അപ്പൊ എന്റെ SSLC മക്കൾ എല്ലാവരും ഫിസിക്സ് എക്സാമിന് അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് മിസ്സിന് അറിയാം. അപ്പം എല്ലാവർക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടാത്ത ഒരു ചാപ്റ്റർ ആണ് അല്ലെ എനർജി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എനർജി മാനേജ്മെന്റ് പൊതുവെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണെങ്കിൽ കൂടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലെ ഒരുപാട് ഏരിയാസിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ മക്കൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലെ ഈ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എക്സാം വിന്നർ ഫാമിലി എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എനർജി മാനേജ്മെന്റ് ഊർജ്ജ പരിപാലനം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഈ ചാപ്റ്റർ പഠിക്കുക. ആദ്യം തന്നെ എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവുന്ന മിസ്സിന് അറിയാം. അപ്പം ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി പറ്റുന്നില്ലെങ്കിൽ ഇതേ മിസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ അല്ലെങ്കിൽ ഈ എനർജി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ ചാപ്റ്റർ ടഫുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ അവർക്കൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, പോയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെ. നിങ്ങൾ മാത്രം പഠിച്ചാൽ പോരല്ലോ, അവരും കൂടെ പഠിക്കട്ടെ. ഓക്കെ, അപ്പൊ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നമ്മുടെ എനർജി മാനേജ്മെന്റ് ഊർജ്ജ പരിപാലനം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഓക്കെ, റെഡി ആണല്ലോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കൂ. എന്താണ് മക്കളെ ഫ്യൂവൽസ് എന്ന് പറയുന്നത്? ഇന്ധനം എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം അല്ലെ, ഇന്ധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഹീറ്റ് അല്ലേ. ബേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് പുറത്തോട്ടേക്ക് എന്ത് തരണം, ഹീറ്റ് എനർജി തരണം അല്ലെ. നമ്മുടെ വീട്ടിലെ വിറക് ഒരു ഫ്യൂവൽ ആണല്ലേ. വിറകിനെ നമ്മൾ കത്തിക്കുന്ന സമയത്ത് അത് പുറത്തോട്ടേക്ക് നമുക്ക് എന്ത് തരുന്നു, ചൂട് തരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫ്യൂവൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. ഫ്യൂവൽ ആർ ദ സബ്സ്റ്റൻസ് ദാറ്റ് റിലീസസ് ഹീറ്റ് എനർജി ഓൺ ബേണിംഗ് അല്ലെ. കത്തുമ്പോൾ ധാരാളം ഊർജം പുറത്തു വിടുന്നവയാണ് മക്കളെ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് എന്ന് മാത്രം എഴുതി കൊടുത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പ്രോപ്പർട്ടീസ് ഓഫ് കംപ്ലീറ്റ് കമ്പഷൻ. നമുക്ക് രണ്ട് തരത്തിലാണ് ജ്വലനം അഥവാ കമ്പഷൻ പഠിക്കാനുള്ളത് അല്ലെ. കംപ്ലീറ്റ് കമ്പഷനും ഉണ്ട്, അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് കമ്പഷനും ഉണ്ട് ആണല്ലോ. അപ്പം എന്താണ് പൂർണ്ണ ജ്വലനം, ഭാഗിക ജ്വലനവും? എന്താണ് പൂർണ്ണ ജ്വലനം അഥവാ കംപ്ലീറ്റ് കമ്പഷന്റെ പ്രത്യേകതകൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. നമുക്കറിയാം കംപ്ലീറ്റ് കമ്പഷനിലെ എനർജി ലോസ് ഒന്നുമില്ല. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തോട്ടേക്ക് വിടുന്നത്, കാർബൺ മോണോക്സൈഡ് പുറത്തോട്ടേക്ക് വിടുന്നില്ല അല്ലെ. അപ്പൊ അങ്ങനത്തെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എഴുതി കൊടുക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി. അപ്പൊ നോക്കൂ, കാർബൺ മോണോക്സൈഡ് ഈസ് നോട്ട് ഫോംഡ്. കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നില്ല അല്ലെ. അത് എവിടെയാണ് ഉണ്ടാവുന്നത്, ഭാഗിക ജ്വലനം അഥവാ പാർഷ്യൽ കമ്പഷനിലാണ് ഉണ്ടാവുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത്. മാക്സിമം ഹീറ്റ് എനർജി പുറത്തോട്ടേക്ക് ആവുന്നുണ്ട് അല്ലെ. മാക്സിമം ഹീറ്റ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട് എവിടെയാണെങ്കിൽ കംപ്ലീറ്റ് കമ്പഷൻ ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ചോദിക്കുന്ന അടുത്ത ചോദ്യം എന്തായിരിക്കും, പാർഷ്യൽ കമ്പഷന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് ചോദിക്കും അല്ലെ. അപ്പൊ ഇവിടെ എന്തായിരുന്നു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, കാർബൺ മോണോക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ട് അല്ലെ. അപ്പം മെയിൻ ആയിട്ട് കാർബൺ മോണോക്സൈഡ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കുറെ ഫ്യൂവൽ നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ. കംപ്ലീറ്റ് ആയിട്ട് കമ്പഷൻ നടക്കാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്യൂവൽസ് നഷ്ടപ്പെട്ടു പോകുന്നു, ഇന്ധന നഷ്ടമുണ്ടാവുന്നു, ഒരുപാട് സ്മോക്ക് ഉണ്ടാവുന്നു അല്ലെ, പുക കൂടുതലാവുന്നു ആണല്ലോ. അതുപോലെ തന്നെ മോർ സൂട്ട്, നമ്മുടെ വീടിന്റെ മുകളിലൊക്കെ ഈ ചിമ്മിനികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറെ കരി പോലെ ചാരം പോലെ കിടക്കുന്ന ഒരു ടാറ് പോലത്തെ ഒരു സാധനം കിടക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ സൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സൂട്ട് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം പാർഷ്യൽ കമ്പഷൻ നല്ലതല്ല എന്നുള്ള കാര്യം തന്നെ മനസ്സിലാലോചിക്കുക. കംപ്ലീറ്റ് കമ്പഷൻ ആണ് നല്ലത്. ഓക്കെ ആണല്ലോ. അപ്പം ഈ പോയിന്റ്സ് എന്ത് ചെയ്യാ, എഴുതി കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ആർ ഫോസിൽ ഫ്യൂവൽസ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത് അല്ലെ. എന്താണ് ഫോസിൽ ഫ്യൂവൽസ്? നമുക്കറിയാം നമ്മളുടെ കുറെ വർഷങ്ങൾക്ക് മുമ്പ്, മില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പ് കുറെ പ്ലാന്റ്സും ആനിമൽസും ഒക്കെ നമ്മുടെ എർത്തിന്റെ ക്രസ്റ്റിന്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അവരിങ്ങനെ മണ്ണിനടിയിൽ പെട്ടിട്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ട്രാൻസ്ഫോം ചെയ്തിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ട്രാൻസ്ഫോർമേഷൻ എയറിന്റെ ആബ്സെൻസിലാണ് നടക്കുന്നത് അല്ലെ. വായുവിന്റെ ആബ്സെൻസിൽ നല്ല ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും നല്ല ഉയർന്ന മർദ്ദത്തിലും ഉയർന്ന താപനിലയിലുമാണ് നടക്കുന്നത്. അങ്ങനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് നമുക്ക് കിട്ടിയതാണ് ഈ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. നമ്മുടെ കൽക്കരി, പെട്രോളിയം, അതുപോലെ തന്നെ CNG, ഇതൊക്കെ അങ്ങനെ കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഫോസിൽ ഫ്യൂവൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ദേ ആർ ഫോംഡ് ബൈ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ദാറ്റ് വെന്റ് അണ്ടർ ദ എർത്ത് ക്രസ്റ്റ്. എർത്തിന്റെ ക്രസ്റ്റിന്റെ ഉള്ളില് മണ്ണിനടിയില് വർഷങ്ങൾക്ക് മുമ്പ് പെട്ടുപോയിട്ടുള്ള പാവപ്പെട്ട സസ്യങ്ങളും ജീവജാലങ്ങളും ഒക്കെയാണ് എന്തായിട്ട് മാറുന്നത്,
ഫോസിൽ ഫ്യൂവലുകളായിട്ട് മാറുന്നത്. ഇതിന് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് ആബ്സെൻസ് ഓഫ് എയറിൽ, ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലുമാണ്. വായുവിന്റെ അസാന്നിധ്യത്തിൽ ഉന്നത താപനിലയിലും അതുപോലെ തന്നെ ഉന്നതമായിട്ടുള്ള മർദ്ദത്തിലുമാണ് നടക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടാവുന്നത് എന്നുള്ളത് എന്റെ മക്കൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പൊ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവുന്നുണ്ടോ? ഇതൊക്കെ എനിക്ക് അറിയുന്നതാണെന്ന് തോന്നുന്നുണ്ടോ? ഇനി നോക്കൂ, വാട്ട് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് ഫോസിൽ ഫ്യൂവൽ? ഏതാണ് ഫോസിൽ ഫ്യൂവലിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് എന്ന് ചോദിച്ചാൽ എങ്ങോട്ട് നോക്കണ്ടോ, ഓടി എഴുതിക്കോ. കോൾ കോൾ കോൾ. ആരാണ് മക്കളെ? കോളാണ് കേട്ടോ. കോൾ അഥവാ കൽക്കരിയാണ്. ഓക്കെ, കൽക്കരി. പണ്ട് കൽക്കരി തീവണ്ടികളൊക്കെ കണ്ടിട്ടില്ലേ? കോൾ അഥവാ കൽക്കരിയാണ്. അടുത്തത് നോക്കാം. എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് കോൾ? കൽക്കരി എത്ര തരത്തിലാണുള്ളത് അല്ലെ? നമുക്കറിയാം കാർബണിന്റെ കണ്ടന്റ് നോക്കിയിട്ട്. ഓക്കെ, കൽക്കരി എന്ന് വെച്ചാൽ മൊത്തത്തിൽ കാർബൺ അല്ലെ, കരിയാണ്, കാർബൺ ആണ്. അപ്പൊ കാർബണിന്റെ കണ്ടന്റ് നോക്കിയിട്ട് നമ്മുടെ കൽക്കരിനെ കുറച്ച് 4 എണ്ണമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്താണ്? നോക്കൂ, പീറ്റ്, അതുപോലെ തന്നെ ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, അതുപോലെ തന്നെ ആന്ത്രസൈറ്റ്. ഇതിലെ ഏറ്റവും കൂടുതൽ കാർബൺ കണ്ടന്റ് ഉള്ള ആളാണ് ആന്ത്രസൈറ്റ്. ഓക്കെ ആണല്ലോ? ഏറ്റവും കൂടുതൽ ഉള്ളതാണ് ആന്ത്രസൈറ്റ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഏതൊക്കെയാ മക്കളെ? പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, അതുപോലെ തന്നെ ആന്ത്രസൈറ്റ്. എന്തിന്റെ കണ്ടന്റ് വെച്ചിട്ടാണ്? കാർബണിന്റെ കണ്ടന്റ് മൂലം. കാർബണിന്റെ കണ്ടന്റ് നോക്കിയിട്ടാണ് അല്ലെ ഏറ്റവും കൂടുതൽ എവിടെയാണ്, എത്ര പെർസെന്റേജ് ആണെന്ന് നോക്കിയിട്ട് നമ്മൾ തരംതിരിച്ചതാണ് ആരെന്ന് പറയുന്നത്? ഈ നമ്മുടെ കോളിനെ. ഓക്കെ ആണല്ലോ? ഇനി നോക്കൂ, കോൾ ഈസ് ഡിവൈഡഡ് ഇൻടു 4 കാറ്റഗറീസ്. പീറ്റ്, ലിഗ്നൈറ്റ് ആണ് അതിലെ 2 എണ്ണം. ഓക്കെ, അപ്പൊ പീറ്റും ലിഗ്നൈറ്റും തന്നിട്ടുണ്ട്. ബാക്കി 2 എണ്ണം ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദി അതർ 2? അല്ലെ, നമ്മുടെ കൽക്കരിയെ 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടല്ലോ. അവയിൽ 2 എണ്ണമാണ് പീറ്റും ലിഗ്നൈറ്റും. അങ്ങനെയാണെങ്കിൽ മറ്റു 2 എണ്ണം ഏതാണ്? ആരൊക്കെയാണ്? ബിറ്റുമിനസ് കോള് അല്ലെ, ബിറ്റുമിനസ് കോളും അതുപോലെ തന്നെ ആന്ത്രസൈറ്റും അല്ലെ. ആന്ത്രസൈറ്റും ബിറ്റുമിനസ് കോളും എന്ന് അവിടെ എഴുതി കൊടുക്കുക. ഫുൾ മാർക്ക് കിട്ടി. അടുത്തത് നോക്കൂ, on what basis of coal the characterized like this? എന്ത് നോക്കിയിട്ടാണ് നമ്മുടെ കോളിനെ ഇങ്ങനെ പീറ്റും ലിഗ്നൈറ്റും ബിറ്റുമിനസ് കോളും അതുപോലെ തന്നെ നമ്മുടെ ആന്ത്രസൈറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ തരംതിരിക്കാനുള്ള കാരണം എന്താണ്? കാർബണിന്റെ സാന്നിധ്യമാണല്ലേ. അപ്പൊ കാർബൺ കണ്ടന്റ് എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് അല്ലെ. എത്ര പെർസെന്റേജ് കാർബൺ ഉണ്ട്? കാർബണിന്റെ സാന്നിധ്യമാണ് അവിടെ നോക്കേണ്ടത് കേട്ടോ. ഇനി നോക്കൂ, which are the products obtained when the coal is distilled in the absence of air? നമ്മൾ പഠിച്ചിട്ടില്ലേ? വായുവിന്റെ അസാന്നിധ്യത്തിൽ അല്ലെ, വായുവിന്റെ അസാന്നിധ്യത്തിൽ നമ്മൾ സ്വേദനം ചെയ്യുന്ന സമയത്ത് കോളിനെ നമുക്ക് 4 ആയിട്ട് കിട്ടും. ആരൊക്കെയാ? കോക്ക്, കോൾട്ടാർ, കോൾ ഗ്യാസ്, അമോണിയ അല്ലെ. 4 പേരാണ് ഇവിടെ കൃത്യമായിട്ട് എന്റെ മക്കൾക്ക് എഴുതി തന്നിട്ടുണ്ട്. കോക്ക്, കോൾട്ടാർ, കോൾ ഗ്യാസ്, അമോണിയ അല്ലെ. കോക്ക്, കോൾട്ടാർ, കോൾ ഗ്യാസ്, അമോണിയ. മലയാളത്തിലും സെയിം തന്നെയാണ്, വ്യത്യാസമില്ല കേട്ടോ. ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും നമുക്ക് സെയിം പേര് തന്നെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, റെഡി? അപ്പം അടുത്തത് നോക്കൂ, ഹൗ ഫോസിൽ ഫ്യൂവൽസ് ആർ ഫോംഡ്? വീണ്ടും ചോദിച്ചിരിക്കുന്നു, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ്? നമുക്കറിയാം മില്യൺസ് ഓഫ് ഇയേഴ്സ് ആനിമൽസും അതുപോലെ തന്നെ പ്ലാന്റ്സും എർത്തിന്റെ ക്രസ്റ്റിൽ കിടന്നിട്ട് ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ട്രാൻസ്ഫോർമേഷൻ ആബ്സെൻസ് ഓഫ് എയറിലാണ് നടക്കുന്നത് അല്ലെ. ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലുമാണ് നിന്റെ മക്കൾ എന്ത് ചെയ്യുക? എഴുതി കൊടുക്കുക. ഇനി നോക്കൂ, വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് ആസ് ദ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് കോൾ? വീണ്ടും ചോദിച്ചിരിക്കുന്നു. ഏതൊക്കെയാ മക്കളെ? കോക്ക്, അതുപോലെ തന്നെ കോൾട്ടാർ, അതിലെ കോൾ ഗ്യാസ്, പിന്നെ അമോണിയ അല്ലെ. അമോണിയ. ഓക്കെ ആണോ? റെഡി ആണോ? അപ്പൊ കോക്ക്, കോൾട്ടാർ, കോൾ ഗ്യാസ്, അമോണിയ എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, write one example of each fossil fuel in solid and liquid state. സോളിഡ് സ്റ്റേറ്റിലുള്ളതും ലിക്വിഡ് സ്റ്റേറ്റിലുമായിട്ടുള്ള ഓരോ എക്സാമ്പിൾ കൊടുക്കുക. നമുക്കറിയാലോ, സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു ഫോസിൽ ഫ്യൂവൽ ആണ് കോൾ അഥവാ നമ്മുടെ കൽക്കരി അല്ലെ. ആരാ മക്കളെ? കൽക്കരി അല്ലെ. ഖരരൂപത്തിലുള്ളതാണ് കൽക്കരി. ഇനി നോക്കൂ, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ആളാരാ? പെട്രോള് അല്ലെ. പെട്രോളിയം എന്ന് എഴുതിയാൽ മതി. പെട്രോളിയം. ഓക്കെ, പെട്രോളിയം ആണ്. പെട്രോളിയം. ഓക്കെ, പെട്രോളിയം എന്ന് എഴുതി കൊടുത്താൽ നമുക്ക് ലിക്വിഡ് സ്റ്റേറ്റിലുള്ളതും അതുപോലെ തന്നെ ഖരത്തിലുള്ളതുമായി. അടുത്ത നോക്കൂ, which fossil fuel produces ammonia when distilled in the absence of air? ഏത് ഫോസിൽ ഫ്യൂവലിനെ സ്വേദനം നടത്തിയിട്ടാണ് നമുക്ക് അമോണിയ കിട്ടുന്നത്? നേരത്തെ ഇപ്പൊ പറഞ്ഞു തന്നല്ലോ, ആരായിരുന്നു? കോൾ ആണല്ലേ. വായുവിന്റെ
സാന്നിധ്യത്തിൽ സ്വേദനം ചെയ്യുമ്പോൾ അമോണിയ ലഭിക്കുന്നത് ഏത് ഫോസിൽ ഫ്യൂവൽ ആണ്? കൽക്കരിയാണ് അല്ലെ മക്കളെ? കൽക്കരി അഥവാ കോൾ. ഓക്കെ ആണോ? കോളാണ് കേട്ടോ, കോളാണെന്ന് മനസ്സിലാക്കുക. അടുത്ത നോക്കൂ, റൈറ്റ് ഡൗൺ ദ പ്രോസസ്സസ് ഓഫ് എവല്യൂഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ഓൺ എർത്ത്. ഭൂമിയിൽ ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുന്ന വിധം മിസ് ഓൾറെഡി പറഞ്ഞില്ലേ എങ്ങനെയാണ്? ഓൺ ദ ആബ്സെൻസ് ഓഫ് എയർ അറ്റ് ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ അല്ലെ? ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ആബ്സെൻസ് ഓഫ് എയറിലാണ് നടക്കുന്നത്. അപ്പൊ മിസ് ഇവിടെ വെച്ചിട്ടുണ്ട്, എന്റെ മക്കൾ നോക്കുക കേട്ടോ. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ ടുക്ക് പ്ലേസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ അണ്ടർ ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ എന്ന് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ ആണോ? ക്രിസ്റ്റൽ ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ. റൈറ്റ് എനി ടു പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് വൈൽ കോൾ ഈസ് ഡിസ്റ്റിൽഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. നോക്കൂ, എത്ര പ്രാവശ്യം ചോദിച്ചിരിക്കുന്നു അല്ലെ? അപ്പൊ എന്തോരം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കുക. റൈറ്റ് എനി ടു പ്രൊഡക്ട്സ് ആണ്, പക്ഷെ ഒന്ന് ചോദിച്ചാൽ നമ്മൾ 4 എണ്ണം എഴുതി കൊടുക്കും അല്ലെ? കോക്ക്, കോൾ ടാർ, കോൾ ഗ്യാസ്, അതുപോലെ തന്നെ അമോണിയ. ഓക്കെ, അമോണിയ. ഓക്കെ, 4 എണ്ണമാണുള്ളത്. അപ്പം അതുമായി ഇനി നോക്കൂ, റൈറ്റ് ദ ഫോസിൽ ഫ്യൂവൽ യൂസ്ഡ് ടു എക്സ്ട്രാക്ട് കോക്ക്, കോൾ ടാർ, കോൾ ഗ്യാസ്. കോക്ക്, കോൾ ടാർ, കോൾ ഗ്യാസ് എന്നിവ ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഫോസിൽ ഇന്ധനം. നോക്കൂ, തിരിച്ചും മറിച്ചും ചോദിക്കും അല്ലെ? കോളിൽ നിന്ന് കിട്ടുന്നത് ചോദിച്ചു, ഇനി ഇവ ഏത് ഫോസിൽ ഫ്യൂവലിൽ നിന്നാണ് കിട്ടുന്നത്? അറിയാലോ, ആരാണ്? കോള് ആണ് അഥവാ കൽക്കരിയാണ്. ഓക്കെ ആണോ? കൽക്കരിയാണെന്ന് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കൂ, ഒബ്സർവ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ടേംസ് ഇൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ അല്ലെ? എന്താ ചോദിച്ചിരിക്കുന്നത്? ഒന്നാം പദജോടി ബന്ധം തിരിച്ചറിഞ്ഞ് രണ്ടാം പദജോടിയെ എന്ത് ചെയ്യണം? പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നോക്കാം. എന്താ CNG എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രസ്ഡ് നേച്ചുറൽ ഗ്യാസ് ആണ് അല്ലെ? കംപ്രസ്ഡ് നേച്ചുറൽ ഗ്യാസിനെയാണ് നമ്മൾ CNG എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ LNG എന്താ മക്കളെ? നമുക്കറിയാം അല്ലെ? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. LNG ലിക്വിഫൈഡ് നേച്ചുറൽ ഗ്യാസ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ എഴുതി കൊടുക്കുക, ലിക്വിഫൈഡ് നേച്ചുറൽ ഗ്യാസ്. ഓക്കെ, ലിക്വിഫൈഡ് നേച്ചുറൽ ഗ്യാസ്, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. ഓക്കെ ആണല്ലോ? ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് എഴുതിയാൽ മതി. അടുത്ത നോക്കൂ, വാട്ട് ഈസ് ദ മെയിൻ കമ്പോണന്റ് ഓഫ് LNG എന്നാണ് ചോദിച്ചത് അല്ലെ? LNG അഥവാ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിന്റെ മെയിൻ ആയിട്ടുള്ള കമ്പോണന്റ് ആരാണെന്ന് ചോദിച്ചു. ആരാണ് അത്? മീഥെയ്ൻ ആണ്. ആരാണ് മക്കളെ? മീഥെയ്ൻ. ഓക്കെ ആണോ? മീഥെയ്ൻ ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. CNGയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കമ്പോണന്റ് എന്ന് പറയുന്നത് മീഥെയ്ൻ ആണ്. ഓക്കെ ആണല്ലോ? റെഡി ആണല്ലോ? അടുത്ത നോക്കൂ, വാട്ട് ആർ ദ യൂസസ് ഓഫ് LNG? LNGയുടെ ഉപയോഗങ്ങൾ എന്താണെന്ന് ചോദിക്കും. എന്തിനാണ് നമ്മൾ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിനൊക്കെ ഉപയോഗിക്കുന്നത്? നമ്മുടെ ഇൻഡസ്ട്രീസിൽ, അതുപോലെ തന്നെ തെർമൽ പവർ പ്ലാന്റ്സിൽ, വെഹിക്കിൾസിൽ ഇന്ധനങ്ങളായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ LNGനെ. ഓക്കെ, അപ്പം ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിന് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യവസായങ്ങളിൽ, താപനിലയങ്ങളിൽ, വാഹനങ്ങളിൽ എന്നൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ കമ്പോണന്റ് ഓഫ് CNG എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? അപ്പൊ മെയിൻ കമ്പോണന്റ് ഓഫ് CNG എന്താ മക്കളെ? നമുക്കറിയാം, നാച്ചുറൽ ഗ്യാസ് അല്ലെ? നാച്ചുറൽ ഗ്യാസിന്റെ 2 ആൾക്കാരാണ് LNGയും CNGയും. ഇതിന്റെ രണ്ടിലും എന്താണ്? നാച്ചുറൽ ഗ്യാസിന്റെ മെയിൻ ആയിട്ടുള്ള കമ്പോണന്റ് മീഥെയ്ൻ ആയതുകൊണ്ട് തന്നെ CNGയുടെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? മീഥെയ്ൻ തന്നെ ആയിരിക്കും. ഓക്കെ, മീഥെയ്ൻ. അടുത്ത നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ആർ ദ യൂസസ് ഓഫ് CNG എന്നാണ് ചോദിച്ചത്. CNG എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്നുണ്ട്, ഡൊമസ്റ്റിക് യൂസ് അല്ലെ? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. എന്താണ്? വെഹിക്കിൾസ് അഥവാ ഡൊമസ്റ്റിക്. ഓക്കെ, ഡൊമസ്റ്റിക് യൂസിനാണ് നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് ഈസ് ദ മെയിൻ കമ്പോണന്റ് ഓഫ് LPG അല്ലെ? LPGന്റെ ഉള്ളിലുള്ള മെയിൻ കമ്പോണന്റ് ആരാന്നാ ചോദിച്ചത്? LPG എന്ന് വെച്ചാൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് അല്ലെ? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? LPG എന്ന് വിളിക്കുന്നത്. അതിന്റെ ഉള്ളിലെ മെയിൻ ആയിട്ടുള്ള കോമ്പോണന്റ് മീഥെയ്ൻ അല്ല മക്കളെ, അത് ബ്യൂട്ടെയ്ൻ ആണ് കേട്ടോ. ബ്യൂട്ടെയ്ൻ മറക്കരുത്, ബ്യൂട്ടെയ്ൻ. ഓക്കെ ആണോ? ബ്യൂട്ടെയ്ൻ ആണ്. അടുത്തത് നോക്കാം, what is the name of artificial odor added to LPG as an indicator? നമുക്കറിയാം അല്ലെ? സാധാരണ LPG എടുക്കുകയാണെങ്കിൽ അതിന് ഓർഡർ ഒന്നുമില്ല.
പക്ഷെ നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ LPG ഗ്യാസ് വരുന്ന സമയത്ത് അത് ലീക്ക് ആയി കഴിഞ്ഞാൽ നമുക്കൊരു സ്മെല്ല് കിട്ടും അല്ലെ. അപ്പൊ ആ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ LPGയിലേക്ക് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം ആഡ് ചെയ്യുന്നുണ്ട് അല്ലെ, ഒരു എക്സ്ട്രാ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചത്. എന്താണ് അതിന്റെ പേര്? ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ് കേട്ടോ. എന്താ മക്കളെ? ഈഥൈൽ മെർക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരാളെ, ഒരു ഇൻഡിക്കേറ്ററിനെ ചേർക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു മാതിരി ഒരു സ്മെല്ല് അടിക്കാറില്ലേ ഗ്യാസ് ലീക്ക് ആവുന്ന സമയത്ത്? ആ സ്മെല്ലിന് കാരണം ഇദ്ദേഹത്തിന് ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഇതുപോലുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ഏതാണ്? ഈഥൈൽ മെർക്യാപ്റ്റൻ എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ ആണോ? അടുത്തത് നോക്കുക, അനലൈസ് ദി റിലേഷൻഷിപ്പ്. ഫസ്റ്റ് നോക്കിയിട്ട് അടുത്തത്. അപ്പൊ LPGന്റെ ഉള്ളിൽ ബ്യൂട്ടൈൻ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. LPGന്റെ ഉള്ളിൽ ബ്യൂട്ടൈൻ ആണെങ്കിൽ CNGന്റെ ഉള്ളിൽ ആരാ? മീഥെയ്ൻ ആണ്. ഓക്കെ ആണോ? മീഥെയ്ൻ ആണ്, മീഥെയ്ൻ. അടുത്തത് നോക്കാം, CNG ആൻഡ് LNG ആർ നാച്ചുറൽ ഗ്യാസസ് അല്ലെ. CNGയും LNGയും നാച്ചുറൽ ഗ്യാസിന്റെ രണ്ടാൾക്കാരാണ്. ഇനി ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ മെയിൻ കോമ്പണന്റ്സ് ഓഫ് ദിസ് ഗ്യാസസ്? ഇവയിൽ അടങ്ങിയിരിക്കുന്ന മുഖ്യ ഘടകം ഏതാണെന്നാണ് ചോദിച്ചത്. CNGയിലും അതുപോലെ തന്നെ എന്താണ് LNGയിലും മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്നത് ആരാണെന്ന് ഓർമ്മയുണ്ടോ? ആരാണ് മക്കളെ? മീഥെയ്ൻ ആണ് കേട്ടോ. മീഥെയ്ൻ നിങ്ങൾ അവിടെ പറയുന്നുണ്ടെന്ന് മിസ്സിന് അറിയാം. എന്താണ്? മീഥെയ്ൻ. ഓക്കെ, മീഥെയ്ൻ ആണ്. ഇനി നോക്കൂ, റൈറ്റ് എനി വൺ മെറിറ്റ് LNG ഓവർ CNG. CNGനേക്കാൾ നമുക്ക് നല്ലത് LNG ആണെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലേ. എന്തുകൊണ്ടാണ്? നമുക്കറിയാം LNGനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? ലിക്വിഫൈ ചെയ്യാം അല്ലെ. ലിക്വിഫൈഡ് ആണ്. അപ്പൊ ലിക്വിഫൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ ട്രാൻസ്പോർട്ടേഷൻ ഈസിയാണ് അല്ലെ. ട്രാൻസ്പോർട്ടേഷൻ എന്താണ് മക്കളെ? ഈസിയാണ് എന്ന് നമുക്ക് പറയാം അല്ലെ. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിനെ ലിക്വിഡ് ആക്കിയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്തതിനു ശേഷം ഇതിനെ വീണ്ടും തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ആ പൈപ്സിലൂടെ നമുക്ക് ഗ്യാസ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ പൈപ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്പോർട്ട് ചെയ്ത് അതിനെ ബാക്ക് ടു എന്താക്കാൻ പറ്റും? ഗ്യാസ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ. അപ്പം അതാണ് ഈസി ആയിട്ട് നമുക്ക് ലിക്വിഡ് ആൻഡ് ഗ്യാസിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്നത് കൊണ്ടാണ് CNGനേക്കാൾ കൂടുതൽ LNG ആണ് നമുക്ക് നല്ലത് എന്ന് പറയുമ്പോൾ. ട്രാൻസ്പോർട്ടേഷൻ ഈസിയാണ്. അപ്പൊ ഈസി ആയിട്ട് തിരിച്ചതിനെ ഗ്യാസിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് എഴുതി കൊടുത്താൽ മതി കേട്ടോ. ഇനി നോക്കൂ, എന്താണ്? വാട്ട് ഇസ് ബ്ലീവ്? എന്താണ് മക്കളെ ബ്ലീവ് എന്ന് പറയുന്നത്? ബ്ലീവ് അല്ലെ, BLEVE. ഇതിന്റെ ഫുൾ ഫോം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. എന്താണ്? ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ. എന്താണ്? ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ ആണ് ഇതിന്റെ ഈ ഒരു ഫുൾ ഫോം. എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇത് വൺ വേർഡിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ BLEVE ആണ്, ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നോക്കൂ, പിക്ക് ഔട്ട് ദ വൺ വിച്ച് ഇസ് നോട്ട് എ സോഴ്സ് ഓഫ് ഗ്രീൻ എനർജി. നമുക്കറിയാം ഗ്രീൻ എനർജി എന്ന് വെച്ചാൽ എന്താ? നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പ്രകൃതിയിൽ നിന്നും തന്നെ കിട്ടുന്ന എനർജീനെയാണ് അല്ലെ. അത് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മൾ എത്ര എടുത്താലും അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അല്ലെ, അവിടെ തന്നെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രീൻ എനർജി. നമുക്കറിയാം നമ്മുടെ വിൻഡ് എനർജി, സോളാർ എനർജി അല്ലെ, അതുപോലെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസിന്റെ എനർജി, ഇതൊക്കെ എന്താ? ഇതുപോലെ റിന്യൂവബിൾ, വീണ്ടും നമുക്ക് പ്രകൃതിയിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ് അല്ലെ. അതിനെയാണ് നമ്മൾ ഗ്രീൻ എനർജി എന്ന് പറയുന്നത്. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പൊ നോക്കൂ, സോളാർ സെൽ ആണെന്ന് നമുക്കറിയാം, വിൻഡ് മിൽ ആണെന്ന് അറിയാം, ബയോഗ്യാസും ആണെന്നറിയാം അല്ലെ. LPG അല്ല അല്ലെ. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. അപ്പൊ അത് പെട്രോളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത് ഫോസിൽ ഫ്യൂവൽസ് ആണ്. ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത് ഗ്രീൻ എനർജി അല്ല അല്ലെ. ഗ്രീൻ എനർജി അല്ല എന്ന് മനസ്സിലാക്കുക. അടുത്തത് നോക്കൂ, വാട്ട് ഡു യു മീൻ ബൈ ഗ്രീൻ എനർജി? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഗ്രീൻ എനർജി എന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ ഹരിതോർജം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം എന്താ? നേച്ചുറൽ ആയിട്ടുള്ള അല്ലെ, പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന എനർജി സോഴ്സസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രീൻ എനർജി എന്ന് വിളിക്കുന്നത്. അപ്പൊ ദ എനർജി പ്രൊഡ്യൂസ്ഡ് ഫ്രം നാച്ചുറൽ സോഴ്സസ് that does not cause environmental pollution is called green energy അല്ലെ. നമ്മുടെ എൻവയോൺമെന്റിനോ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിനോ ഒരു പൊല്യൂഷനും ഒരു മലിനീകരണവും ഉണ്ടാക്കാത്ത നമ്മുടെ നാച്ചുറൽ നിന്നും അല്ലെ, നമ്മുടെ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഊർജ സ്രോതസ്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രീൻ എനർജി എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാക്കാതെ നിർമ്മിക്കുന്ന ഊർജമാണ് നമ്മുടെ ഹരിതോർജം എന്ന്
പറയുന്നത്. എക്സാമ്പിൾ ഏതാ? നമ്മുടെ വിൻഡ് എനർജി, എനർജി ഫ്രം വേവ്സ് അല്ലെ, ഓഷ്യനിൽ നിന്നുള്ള എനർജി, സോളാർ എനർജി, ബയോമാസ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന എനർജീസ് എന്താണ് മക്കളെ? ഗ്രീൻ എനർജി ആണെന്ന് ആലോചിക്കുക. അപ്പൊ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഒന്നുമില്ല, അതുപോലെ തന്നെ അല്ലെ നമുക്ക് നാച്ചുറലിൽ നിന്നുമുള്ള സോഴ്സസിൽ നിന്നും കിട്ടുന്ന എനർജീനെയാണ് നമ്മൾ ഗ്രീൻ എനർജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ടാബ്ലേറ്റ് ദ ഫോളോവിങ് എനർജി സോഴ്സസ് ആസ് ഗ്രീൻ എനർജി ആൻഡ് ബ്രൗൺ എനർജി. അങ്ങനെയാണെങ്കിൽ ബ്രൗൺ എനർജി എന്താ? നമുക്കറിയാം ബ്രൗൺ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അറ്റ്മോസ്ഫിയറിന് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന അല്ലെ, നമ്മൾ ഉപയോഗിച്ചാൽ അത് തീർന്നു പോകും ആണല്ലോ. നേച്ചറിൽ നിന്നും അല്ലാതെ ഉണ്ടാവുന്ന സോഴ്സസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്രൗൺ എനർജി. ആ പേര് തന്നെ നമുക്ക് മനസ്സിലല്ലേ, ഗ്രീൻ, പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്നത്. ബ്രൗൺ അല്ലെ, ബ്രൗൺ എന്ന് പറയുമ്പോൾ ഡാർക്ക് ആണ്. സോ എന്താ, എൻവയോൺമെന്റിൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ബ്രൗൺ എനർജി എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ഇതിൽ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഗ്രീൻ എനർജിനെയും ബ്രൗൺ എനർജിനെയും. ഓക്കെ, അപ്പൊ ഗ്രീനിനെയും ബ്രൗണിനെയും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റാണ്? ടാബുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നോക്കിക്കോ, ഫസ്റ്റ് ആണ് നാഫ്ത. നാഫ്ത ഏതാ? നിങ്ങൾക്ക് തന്നെ അറിയാം, ബ്രൗൺ എനർജിയാണ് അല്ലെ, നാഫ്ത. ഓക്കെ, അടുത്തതാരാ നോക്കൂ, ബയോഗ്യാസ്. ബയോഗ്യാസ് ഏതാ മക്കളെ? ബയോഗ്യാസ് എന്ന് പറയുന്നത് ഗ്രീൻ ആണ്, ബയോഗ്യാസ്. അടുത്തതാരാ? സണ്ണ്. സണ്ണ് പ്രത്യേകം പറയാനുണ്ടോ? സൺ അഥവാ സൂര്യൻ ആരാണ്? ഗ്രീൻ എനർജി. അടുത്തത് കോളാണ്, കൽക്കരി, ഫോസിൽ ഫ്യൂവൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരാണ്? ബ്രൗൺ എനർജി ആണ് അല്ലെ, കൽക്കരി. അടുത്തത് വിൻഡ്. വിൻഡ് ഓഫ് കോഴ്സ് ഗ്രീൻ എനർജി ആണ് അല്ലെ, കാറ്റ്. അടുത്തത് ആരാണുള്ളത്? സി എൻ ജി. സി എൻ ജി നമുക്കറിയാം, ബ്രൗൺ എനർജി. സി എൻ ജി അല്ലെ, കമ്പൈൻഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. അപ്പം ആയില്ലേ? ബയോഗ്യാസ്, നാഫ്ത, ഇങ്ങനെ എന്ത് ചെയ്യുക? തരംതിരിക്കാൻ വേണ്ടി നോക്കുക. അപ്പൊ ഇവിടെ നോക്കൂ, സി എൻ ജി എന്ന് പറയുമ്പോൾ എന്താണ്? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. അപ്പൊ നാച്ചുറൽ എന്ന് കേൾക്കുമ്പോൾ അത് ഗ്രീൻ എനർജി ആണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് പോവും. പക്ഷെ അല്ല കേട്ടോ, അത് ബ്രൗൺ എനർജി തന്നെയാണെന്ന് ആലോചിക്കാം. അടുത്തത് നോക്കൂ, വാട്ട് ഈസ് ദ മെയിൻ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് എൽ പി ജി എന്നാണ് ചോദിച്ചത് അല്ലെ. എൽ പി ജിയുടെ മുഖ്യ ഘടകം ആരാണ് മക്കളെ? മുഖ്യ ഘടകം ആരാന്ന് ഓർമ്മയില്ലേ? ബ്യൂട്ടെയിൻ അല്ലെ, ബ്യൂട്ടെയിൻ ആണ്. ഓക്കെ, ബ്യൂട്ടെയിൻ ആണെന്ന് മനസ്സിലാക്കുക. അടുത്തത് നോക്കൂ, LPG cylinder has a marking D23 on its top. What does this indicate എന്നാണ് ചോദിച്ചത് അല്ലെ. ഈ D23 എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പൊ LPG ഗ്യാസിന്റെ ഉള്ളിൽ ഇതുപോലത്തെ D23 അല്ലെങ്കിൽ A22 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ടെസ്റ്റിംഗ് ഡേറ്റ് അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് ആണ് അല്ലെ. അപ്പൊ മനസ്സിലാക്കുക, ഇതെന്താണ്? ടെസ്റ്റിംഗ് ഡേറ്റ് അല്ലെ, ടെസ്റ്റിംഗ് ഡേറ്റ് അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് ആണ് അല്ലെ, എക്സ്പയറി ഡേറ്റ് ആണ്. അപ്പൊ മിസ് ഇത് പറഞ്ഞത് കൊണ്ട് ആ എക്സ്പയറി ഡേറ്റ് ഒന്ന് കണ്ടുപിടിക്കുന്നത് പറയാം. D23 എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ. നമുക്കറിയാം ഈ വേർഡ് അല്ലെ, ഈ ഡി എന്ന് പറഞ്ഞ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് നമുക്ക് 4 ലെറ്റേഴ്സാ വരിക. എ വരും, ബി വരും, സി വരും, ഡി വരും. എ വരികയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ മാസങ്ങളാണെന്നറിയോ? ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആണെങ്കിൽ എ ആയിരിക്കും. ഇനി മാർച്ച് കഴിഞ്ഞേതാ? ഏപ്രിൽ, മെയ്, ജൂൺ ആണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും? ഏപ്രിലും മെയ്യും ജൂണും ബി. അത് കഴിഞ്ഞ് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഏതാണ്? ഡി ആണ്. ഇനി ഒക്ടോബർ, നവംബർ, ഡിസംബർ ആണ് എന്നുണ്ടെങ്കിൽ ഡി ആയിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡി എന്ന് പറയുമ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബറിലാണ് അതിന്റെ മന്ത് ഓഫ് എക്സ്പയറി. ഇനി 23 എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, 2023 ആണ് അല്ലെ. 2023 എന്താ ഇതിന്റെ എക്സ്പയറി ഡേറ്റ്. അപ്പൊ 2023 ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിലാണ് അതിന്റെ എക്സ്പയറി ഡേറ്റ് അഥവാ ടെസ്റ്റിംഗ് ഡേറ്റ്. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യണം നമ്മൾ. അത് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യാം? ഓക്കെ ആണെന്ന് നോക്കി കഴിഞ്ഞിട്ട് അവർ പുതിയ എക്സ്പയറി ഡേറ്റ് തന്നിട്ടാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുക. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡേറ്റ് കാണും. ഓക്കെ, അപ്പൊ D23 എന്ന് പറയുന്നത് അതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണോ? റെഡി അല്ലേ? അടുത്തത് നോക്കൂ, ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? കലോറിഫിക് വാല്യൂ ഓഫ് LPG തന്നിട്ടുണ്ട് 55,000 കിലോ ജൂൾ ആണ്. If 6 kg of LPG is remaining in the cylinder, calculate the heat energy liberated on the complete combustion of this
അപ്പൊ എന്താ തന്നിരിക്കുന്നത്? കലോറിഫിക് വാല്യൂ തന്നിട്ടുണ്ട്. കലോറിഫിക് വാല്യൂ എന്ന് വെച്ചാൽ എന്താ? 1 കിലോഗ്രാം ഫ്യൂവലിനെ നമ്മൾ കത്തിക്കുകയാണെങ്കിൽ എത്ര ഹീറ്റ് എനർജി പുറത്ത് കിട്ടുന്നുണ്ട് അല്ലെ? അതിനെയാണ് നമുക്ക് കലോറിഫിക് വാല്യൂ എന്ന് പറയുക. അപ്പൊ 1 കിലോഗ്രാം കത്തിച്ചു കഴിഞ്ഞാൽ എത്ര ഹീറ്റ് എനർജി കിട്ടുന്നു എന്നുള്ളതാണ് കലോറിഫിക് വാല്യൂ. അപ്പൊ കലോറിഫിക് വാല്യൂ ഓഫ് LPG 55,000 ആണ് അല്ലെ? അപ്പൊ 1 കിലോഗ്രാം LPG കത്തിച്ചാൽ നമുക്ക് 55,000 കിലോ ജൂൾ എനർജി കിട്ടും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ 6 കിലോഗ്രാം കത്തിച്ചല്ല, 6 കിലോഗ്രാം ആണ് ബാക്കിയുള്ളത്. അപ്പൊ 6 കിലോഗ്രാം കത്തിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സുഖല്ലേ? 6 × 55,000 ചെയ്താൽ മതി. അത്രയും കിലോ ജൂൾസ് ആയിരിക്കും. അപ്പൊ എത്രയുടെ 0 0 0 6 5 30 33 ഇത്രയും കിലോ ജൂൾസ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കിലോ ജൂൾസ് ആയിരിക്കും. ഇതിനെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ആണോ? റെഡി ആണോ? ക്ലിയർ? അപ്പൊ കലോറിഫിക് വാല്യൂ എന്ന് വെച്ചാൽ ഒന്നുമില്ല മക്കളെ, ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഫ്യൂവലിന്റെ 1 കിലോഗ്രാം എടുത്ത് നമ്മൾ കത്തിക്കുകയാണെങ്കിൽ എത്രത്തോളം എന്ത് വരുന്നു? ഹീറ്റ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്, ഹീറ്റ് റിലീസ് ആവുന്നുണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, റെഡി അല്ലേ? അടുത്തത് നോക്കൂ. വാട്ട് വിൽ ബി ദ മാർക്കിംഗ് ഓൺ എ കുക്കിംഗ് ഗ്യാസ് സിലിണ്ടർ ദാറ്റ് ഹാസ് എ മെച്യൂരിറ്റി പീരീഡ് അപ് ടു മാർച്ച് 2020? ഇപ്പൊ നമ്മൾ എക്സ്പയറി ഡേറ്റ് അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ഡേറ്റ് എന്ന് പറയില്ലേ, അതിനെ പറയുന്ന മറ്റൊരു പേരാണ് മെച്യൂരിറ്റി ഡേറ്റ്. അങ്ങനെ നമുക്ക് പറയാം കേട്ടോ, മെച്യൂരിറ്റി ഡേറ്റ് എന്നും പറയാം. അപ്പൊ നോക്കൂ, മാർച്ച് 2020 അവസാനിക്കണമെങ്കിൽ അതിൽ എഴുതിയിട്ടുള്ള അല്ലെ, നോക്കൂ 2020 മാർച്ച് വരെ കാലാവധിയുള്ള ഒരു LPG സിലിണ്ടറിൽ ഇത് എങ്ങനെയായിരിക്കും എഴുതിയിട്ടുണ്ടാവാന്ന് ചോദിച്ചാൽ നോക്കൂ, A എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ? ജനുവരി, ഫെബ്രുവരി, മാർച്ച് അല്ലെ? അപ്പൊ മാർച്ച് ആവുമ്പോ A ആണ് ലെറ്റർ. ഇനി എന്താ? 2020 ആണ്. അപ്പൊ അവസാനത്തെയാണ് എടുക്കേണ്ടത്. A20 എന്നായിരിക്കും നമ്മുടെ സിലിണ്ടറിലുള്ള ലെറ്റർ അല്ലെ? A20 എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം മാർച്ചിൽ 2020. ഓക്കെ ആണോ? റെഡി ആണോ? വളരെ ഈസി അല്ലേ? അപ്പൊ A20 എന്ന് വന്നു. ഇനി നോക്കൂ, റൈറ്റ് എനി 2 പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ടു അവോയ്ഡ് ആക്സിഡന്റ്സ് ഡ്യൂ ടു LPG ലീക്കേജ്. നമുക്കറിയാം അല്ലെ, പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ LPG ലീക്കേജ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ LPG ലീക്കേജ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെ? പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ടേൺ ഓഫ് ദ മെയിൻ സ്വിച്ച്. ആദ്യം തന്നെ പോയിട്ട് മെയിൻ സ്വിച്ച് എന്ത് ചെയ്യുക? ഓഫ് ആക്കാം അല്ലെ? വൈദ്യുതബന്ധം വിച്ഛേദിക്കുക. ഇനി നോക്കൂ, ഷിഫ്റ്റ് ദ സിലിണ്ടർ ടു ആൻ എംപ്റ്റി സ്പേസ് അല്ലെ? ആരും ഇല്ലാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് നമ്മുടെ സിലിണ്ടറിനെ കൊണ്ടുപോയി വെക്കുക. ഇനി എന്ത് ചെയ്യുക? നമ്മുടെ ഡോറുകളും വിൻഡോകളും ഒക്കെ ഓപ്പൺ ചെയ്ത് വെക്കുക. കാരണം എന്താ? ഈ LPG ഗ്യാസ് നല്ലപോലെ സൈഡ് വൈസ് പോവാൻ വേണ്ടിയിട്ട് അല്ലെ? നമുക്കറിയാം LPG ഗ്യാസിന് എയറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡെൻസിറ്റി ഭയങ്കര കൂടുതലാണ്. എയറിനേക്കാൾ കൂടുതൽ സാന്ദ്രതയാണ് LPG. അപ്പൊ LPG താഴെ നിൽക്കും, മുകളിലോട്ടേക്ക് പോകത്തില്ല, പറന്നു പോകത്തില്ല. അപ്പം സൈഡിലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഡോറുകളൊക്കെ തുറന്നിടണം എന്ന് പറയുന്നത്. അപ്പൊ ഡോറുകൾ തുറന്നിട്ടാ എന്താ? LPG ഗ്യാസ് ഇങ്ങനെ സൈഡ് വൈസ് പോക്കോളൂ. അപ്പൊ പ്രത്യേകം മനസ്സിലാക്കുക, LPGക്ക് എയറിനേക്കാൾ ഡെൻസിറ്റി എന്താണ്? കൂടുതലാണ്. അപ്പൊ ഡോറും വിൻഡോയും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? തുറന്നിട്ടു. കോൾ ആൻഡ് റിക്വസ്റ്റ് ദ ഹെൽപ്സ് ഓഫ് ഫയർഫോഴ്സ്. എന്ത് ചെയ്യുക? ഫയർഫോഴ്സിന് നമ്മുടെ ഹെൽപ്പ് തേടാൻ പറ്റും. അതുപോലെ തന്നെ യൂസ് ഓൺലി സ്റ്റെയർ കേസ് ടു എസ്കേപ്പ്, നോട്ട് ലിഫ്റ്റ് അല്ലെ? ലിഫ്റ്റ് ഉപയോഗിക്കരുത്, സ്റ്റെയർ കേസ് വഴി അല്ലെ? നമ്മൾ കോണി വഴി എന്ത് ചെയ്യുക? സ്റ്റെയർ വഴി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. ഇനി കവർ നോസ് ആൻഡ് മൗത്ത് വിത്ത് സോപ്പ് അല്ലെ? നമുക്ക് ഓവറായിട്ട് LPG ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ചെറിയൊരു ടവലോ അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ വെച്ചിട്ട് ഒന്ന് മുഖവും അല്ലെ നമ്മുടെ മൂക്കും വായും ഒന്ന് എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ രക്ഷിക്കുക അല്ലെ? നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും LPG ഒരുപാട് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു LPG ലീക്കേജ് സംഭവിക്കുന്ന സമയത്ത്. LPG ലീക്കായി തുടങ്ങിയെന്ന് പറയുമ്പോൾ നമുക്ക് മണം വരും, ലീക്കായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? റെഡി അല്ലേ? അപ്പം അതും ആയി. അടുത്തത് നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? നെയിം ദ സിസ്റ്റംസ് ദാറ്റ് കൺവേർട്ട് ന്യൂക്ലിയർ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി അല്ലെ? ന്യൂക്ലിയർ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്ന സംവിധാനത്തിന്റെ പേരെന്താണ്? ആരാ മക്കളെ? ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് അല്ലെ? ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ആണ് കേട്ടോ. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണോ? ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് എന്നാണ് പറയാ, അല്ലെങ്കിൽ ന്യൂക്ലിയർ വൈദ്യുത നിലയം. ഓക്കെ ആണോ? റെഡി? അടുത്തത് നോക്കൂ. ഹൈഡ്രജൻ ഈസ് ദ മോസ്റ്റ് എഫിഷ്യന്റ് ഫ്യൂവൽ വൈൽ കൺസിഡറിംഗ് ദ കലോറിഫിക് വാല്യൂ അല്ലെ? കലോറിക് വാല്യൂ ഏറ്റവും കൂടിയ ഇന്ധനം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയും? ഹൈഡ്രജൻ ആണ് അല്ലെ? ഹൈഡ്രജൻ ആണ് ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ കൂടിയ ഇന്ധനം എന്ന് പറയുന്നത്. വാട്ട് ഈസ് മെന്റ് ബൈ കലോറിഫിക് വാല്യൂ? എന്താണ് കലോറിഫിക് വാല്യൂ?
മിസ് നേരത്തെ പറഞ്ഞു തന്നിരുന്നു അല്ലെ, എന്താണ് 1 കിലോഗ്രാം സാധനത്തെ കത്തിക്കുമ്പോൾ പുറത്ത് കിട്ടുന്ന ഹീറ്റ്, അത്രേ ഉള്ളൂ. അപ്പൊ എന്താണ് the amount of heat liberated by the complete combustion of 1 kg of fuel is its calorific value. അല്ലെ 1 കിലോഗ്രാം ഇന്ധനത്തിന് പിടിച്ച ഒറ്റ കത്തിക്കല്. അപ്പൊ കത്തിക്കുന്ന സമയത്ത് എത്രത്തോളം ഹീറ്റ് നമുക്ക് പുറത്തോട്ടേക്ക് കിട്ടുന്നു എന്നതിനെയാണ് കാലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതിന്റെ യൂണിറ്റ് ആണ് കിലോ ജൂൾസ് പെർ കിലോഗ്രാം. ഓക്കെ, അപ്പൊ 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിന്റെ അളവാണ് ആ ഇന്ധനത്തിന്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കലോറിക മൂല്യം എന്ന് പറയുന്നത്. ഇതിന്റെ യൂണിറ്റ് എന്താ മക്കളെ? കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. അടുത്ത നോക്കൂ, വൈ ഹൈഡ്രജൻ ഈസ് നോട്ട് യൂസ്ഡ് ആസ് ഡൊമസ്റ്റിക് ഫ്യൂവൽ. നമുക്കറിയാം നിറയെ അല്ലെ കലോറിക് വാല്യൂ കൂടിയതാണ് ഹൈഡ്രജൻ. അപ്പൊ അടിപൊളിയാണ് ഹൈഡ്രജൻ. പക്ഷെ നമ്മുടെ വീടുകളിൽ ഹൈഡ്രജൻ ഫ്യൂവൽ ഉപയോഗിക്കുന്നത്, നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ ഹൈഡ്രജൻ ഫ്യൂവൽ ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. നമ്മുടെ ഹൈഡ്രജന് ഇത്രയും കലോറിഫിക് വാല്യൂ കൂടിയിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ എന്തുപയോഗിക്കാത്തത്? ഈ ഹൈഡ്രജൻ ഫ്യൂവലിന് ഡൊമസ്റ്റിക് യൂസിന് ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാത്തത് എന്ന് ചോദിക്കും. അപ്പൊ എന്താണ് എഴുതേണ്ടത്? ഇതിന് ഹൈ റേറ്റ് ഓഫ് കമ്പഷൻ ആണ് അല്ലെ, പെട്ടെന്ന് കത്തിപ്പിടിക്കും. അപ്പൊ അത് എക്സ്പ്ലോഷൻ അല്ലെ, പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. there will be explosion, ആക്സിഡന്റ്സ് ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട്. അതാണ് ജ്വലന നിരക്ക് വളരെ കൂടുതലായതിനാൽ ജ്വലിക്കുമ്പോൾ സ്ഫോടന സാധ്യതയുണ്ട് അല്ലെ. കത്തുന്ന സമയത്ത് പെട്ടെന്ന് കത്തിക്കയറും. അപ്പൊ പെട്ടെന്ന് കത്തുന്ന സമയത്ത് അത് പൊട്ടിത്തെറിച്ച് അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഹൈലി ഇൻഫ്ലേമബിൾ, എല്ലാം പെട്ടെന്ന് കത്തുന്ന സാധനമാണ് അല്ലെ. അപ്പൊ സ്ഫോടന സാധ്യത കൂടുതലായതിനാൽ ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഇസ് മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട്. ഇതിനെന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ അല്ലെ, ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഹൈഡ്രജൻ അല്ലെ. ചെറിയ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. അപ്പം നല്ല ബുദ്ധിമുട്ടാണ്. ഇനി നോക്കൂ, ഇറ്റ് ഈസ് നോട്ട് ഈസിലി അവൈലബിൾ. അത്ര പെട്ടെന്നൊന്നും കിട്ടത്തില്ല അല്ലെ. ഈസിലി അവൈലബിൾ അല്ല, ലഭ്യത കുറവാണ്, അതുപോലെ തന്നെ കോസ്റ്റ്ലി ആണ് അല്ലെ. ചെലവും ഭയങ്കര കൂടുതലാണ്. നമുക്കറിയാം സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പൈസ കുറവിൽ കിട്ടണം. ഇപ്പൊ തന്നെ നമ്മുടെ സിലിണ്ടറിന് നല്ല വിലയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ ഈ ഹൈഡ്രജൻ ഗ്യാസിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കോസ്റ്റ്ലിയാണ്. അപ്പൊ അതുകൊണ്ട് സാധാരണക്കാർക്കൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ ലഭ്യതയും ഇല്ല, ഭയങ്കര പൈസയും കൂടുതലാണ്. അപ്പൊ ഇതിലത്തെ ഏതെങ്കിലും ഒക്കെ എഴുതി വെച്ചാൽ മതി, 2 or 3 ഒക്കെ എഴുതാം. പക്ഷെ എന്നാലും നമുക്ക് എല്ലാം ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതല്ലേ. ഹൈലി ഇൻഫ്ലേമബിൾ ആണ്, അപ്പൊ ട്രാൻസ്പോർട്ട് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും പറ്റുന്നില്ല, പൈസ കൂടുതലാണ് അല്ലെ. അതുപോലെ തന്നെ ഈസിലി അവൈലബിൾ അല്ല, പിന്നെ കമ്പഷൻ കൂടുതലായതുകൊണ്ട് എക്സ്പ്ലോഷൻ ഉണ്ടാവും. ഈസി ആയിട്ട് പഠിക്കാമല്ലോ, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ്. ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇനി നോക്കൂ, റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ഫ്യൂവൽ. ഏതെങ്കിലും ഒരു നല്ല ഫ്യൂവലിന്റെ. അപ്പൊ നമുക്ക് മനസ്സിലായി വെറുതെ കലോറിഫിക് വാല്യൂ കൂടി എന്ന് വെച്ചാൽ അത് ഗുഡ് ഫ്യൂവൽ എന്ന് ആയിക്കൊള്ളണമെന്നില്ല അല്ലെ. അപ്പോ ഒരു നല്ല ഫ്യൂവൽ ആവണമെന്നുണ്ടെങ്കിൽ അല്ലെ, നമ്മൾ പറയില്ല ഒരു നല്ല കുട്ടിയാവണമെങ്കിൽ മിനിമം കുറച്ച് ക്വാളിഫിക്കേഷൻ വേണം എന്ന് പറയില്ല നമ്മള്. അതേപോലെ ഒരു മിനിമം കുറച്ച് ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിലാണ് നമ്മളൊരു ഫ്യൂവലിനെ ഗുഡ് ഫ്യൂവൽ എന്ന് വിളിക്കുക. അപ്പൊ നീ ഒരു നല്ല ഫ്യൂവൽ ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പൊ അതാണ് നോക്കുന്നത്. അപ്പൊ ഒരു ഗുഡ് നല്ല ഇന്ധനത്തിനുള്ള എന്തൊക്കെയാണ് വേണ്ടത്? ഈസിലി അവൈലബിൾ ആയിരിക്കണം, നമുക്ക് പെട്ടെന്ന് കിട്ടണം അല്ലെ, എളുപ്പം ലഭ്യമാകണം, അതാണ് ഒന്നാമത്തെ. പിന്നെ ഹൈ കലോറിഫിക് വാല്യൂ ആവണം, അത്യാവശ്യം ഉയർന്ന കലോറിക മൂല്യം വേണം. ശരിയാണ്, നല്ലപോലെ കത്തണം. ഈസി ടു സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് അല്ലെ. നല്ല പോലെ നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റണം, ഈസി ആയിട്ട് ആ വീടുകളിലേക്ക് എത്തിക്കാൻ പറ്റണം. അപ്പൊ സംഭരിച്ചു വെക്കാനും കൊണ്ടുപോകാനും എളുപ്പമാണ്. അതാണ് ഹൈഡ്രജന് പറ്റിയ തെറ്റ്. ഇനി നോക്കൂ, നോ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഓൺ ബേണിംഗ് അല്ലെ. കത്തുന്ന സമയത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിനൊന്നും പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പൊ നോക്കൂ, കത്തുമ്പോൾ അന്തരീക്ഷ മലിനീകരണം എന്തുണ്ടാവാൻ പാടില്ല? ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അടുത്ത നോക്കൂ, ലോ കോസ്റ്റ്, പൈസ കുറവായിരിക്കണം, ചെലവ് കുറവായിരിക്കണം അല്ലെ. ചെലവ് കുറവായിരിക്കണം. ലിക്വിഡ് ഫ്യൂവൽസ് മസ്റ്റ് നോട്ട് ഇവാപറേറ്റ് ഈസിലി അറ്റ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അല്ലെ. ഇപ്പൊ നമുക്കറിയാം ലിക്വിഫൈഡ് ആയിട്ടുള്ള ലിക്വിഡിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സാധാ നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ ആവിയായിട്ട് പോകാൻ പാടില്ല അല്ലെ, ഗ്യാസ് ആയിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ നോക്കൂ, ദ്രവ്യ ഇന്ധനങ്ങൾ ദ്രവ ഇന്ധനങ്ങൾ എന്താണ് സാധാരണ താപനിലയിൽ ബാഷ്പീകരിച്ചു പോകാൻ പാടില്ല. ഇനി മോഡറേറ്റ് റേറ്റ് ഓഫ് കമ്പഷൻ, ജ്വലന നിരക്ക് നല്ല ഹൈ ആവാൻ പാടില്ല. ഹൈ ആയി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും അല്ലെ. അപ്പൊ മോഡറേറ്റ്, ഏകദേശം കുഴപ്പമില്ലാത്തൊരു ജ്വലന നിരക്കേ പാടുള്ളൂ. നല്ലോണം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൈഡ്രജനെ പോലെ എക്സ്പ്ലോഷൻസ് ഉണ്ടാവും. അപ്പൊ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള കമ്പഷൻ റേറ്റ് ആണ് വേണ്ടത്. ഇനി സ്യൂട്ടബിൾ ഇഗ്നീഷൻ ടെമ്പറേച്ചർ, അത് കത്താൻ വേണ്ടിയിട്ട് അല്ലെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഇന്ധനം വന്നിട്ട് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ അങ്ങോട്ട് കത്തിപ്പോവാണെങ്കിൽ പ്രശ്നമല്ലേ.
ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് വിറക് കത്തിക്കുമ്പോൾ നമ്മൾ ആദ്യം അതിനെ അല്ലെ തീപ്പെട്ടിയൊക്കെ ഉരച്ച് അതിനെ കത്തിച്ച് ചൂടാക്കിയാണ് കത്തിക്കുക അല്ലെ. അല്ലാതെ നമ്മൾ ചുമ്മാ ഫ്യൂവലിനെ പുറത്തോട്ടേക്ക് എടുക്കുമ്പോഴേക്കും അങ്ങോട്ട് കത്തുകയാണെങ്കിലോ പണി വാളും അല്ലെ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ഒരു എന്താണ് ഇഗ്നിഷൻ, അത് കത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ആയിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ഫുള്ള് മിസ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും 2 എണ്ണേ ചോദിച്ചുള്ളൂ, മാക്സിമം ഒരു 4 എണ്ണമൊക്കെ ചോദിക്കുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒരു 4 എണ്ണോ 5 എണ്ണോ പഠിച്ചു വെക്കാം. ഫുള്ള് പഠിച്ചു വെക്കണം എന്ന് മിസ് പറയുന്നില്ല, ഒരു 4 എണ്ണമെങ്കിലും, ഒരു ഫസ്റ്റത്തെ ഒരു 5 എണ്ണം എന്റെ മക്കൾ പഠിച്ചു വെച്ചിട്ട് തന്നെ പോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ ആണോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ ഈസ് നോട്ട് യൂസ്ഡ് ആസ് ഫ്യൂവൽ ഈവൻ ദോ ഇറ്റ്സ് കലോറിഫിക് വാല്യൂ ഇസ് ഹൈ എന്നാണ് ചോദിച്ചത് അല്ലെ. എന്താണ്? ഹൈഡ്രജന്റെ കലോറിക മൂല്യം കൂടിയിട്ടും നമ്മൾ ഡൊമസ്റ്റിക്, അതായത് ഗാർഹിക ഉപയോഗങ്ങൾക്ക് അല്ലെ, നമ്മുടെ വീടുകളിലൊന്നും ഫ്യൂവൽ ആയിട്ട് നമ്മുടെ ഹൈഡ്രജൻ ഉപയോഗിക്കുന്നില്ല. കാരണം എന്താണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ ഇത്. എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമുക്കറിയാം, ഡ്യൂ ടു ഹൈ റേറ്റ് ഓഫ് കമ്പഷൻ അല്ലെ, നമ്മുടെ ഹൈഡ്രജൻ ഫ്യൂവലിന് ഹൈ റേറ്റ് ഓഫ് കമ്പഷൻ ആണ്. അപ്പൊ പെട്ടെന്ന് ജ്വലന നിരക്ക് അതിന് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ എക്സ്പ്ലോഷൻസ് അല്ലെ, സ്ഫോടനങ്ങൾക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഹൈലി ഇൻഫ്ലേമബിൾ ആണ് അല്ലെ, പെട്ടെന്ന് കത്തിപ്പിടിക്കും. പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ് അല്ലെ. അതിനെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ സംഭരിച്ചു വെക്കാനും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി നോക്കുക, ഇറ്റ് ഈസ് നോട്ട് ഈസിലി അവൈലബിൾ ആൻഡ് കോസ്റ്റ്ലി ടു അല്ലെ, പെട്ടെന്ന് നമുക്ക് അവൈലബിൾ അല്ല, ലഭ്യത ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെ വളരെയധികം പൈസ കൂടുതലാണ്, അതായത് ചെലവ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഡൊമസ്റ്റിക് ഉപയോഗങ്ങൾക്ക് അല്ലെ, സാധാരണ നമ്മുടെ ഗാർഹിക ഉപയോഗങ്ങൾക്ക് നമ്മൾ ആരെ ഉപയോഗിക്കാത്തത് മക്കളെ? നമ്മുടെ ഹൈഡ്രജൻ ഫ്യൂവലിന് ഉപയോഗിക്കാത്തതിനുള്ള കാരണം എന്ന് പറയുന്നത് അതാണെന്ന് എന്റെ മക്കള് മനസ്സിലാക്കുക. ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് അല്ലെ. ഇനി നോക്കൂ, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ഫ്യൂവൽ? ഒരു നല്ല ഇന്ധനത്തിന്റെ സവിശേഷതകൾ എന്താണെന്നാണ് ചോദിച്ചത്. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്താ? ഈസിലി അവൈലബിൾ ആയിരിക്കണം അല്ലെ, എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യണം മക്കളെ? ലഭ്യമായിരിക്കണം. അതുപോലെ തന്നെ ഹൈ കലോറിഫിക് വാല്യൂ ആയിരിക്കണം. എന്താണ്? ഉയർന്ന കലോറിക മൂലമായിരിക്കണം. ഈസി ടു സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് അല്ലെ, അതിനെ സംഭരിച്ചു വെക്കാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും അല്ലെ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും എന്തായിരിക്കണം? എളുപ്പമായിരിക്കണം. അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ ഉണ്ടാക്കാൻ പാടില്ല, അതായത് നമ്മുടെ എന്താണ് പരിസരത്തില് മലിനീകരണം ഉണ്ടാക്കാൻ പാടില്ല അല്ലെ, അത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ലോ കോസ്റ്റ് ആയിരിക്കണം, നമുക്ക് അത്രയ്ക്ക് ചെലവ് ഭയങ്കര ചുരുങ്ങിയതായിരിക്കണം. ഇനി ലിക്വിഡ് ആയിട്ടുള്ള അല്ലെ, ലിക്വിഡ് ഫ്യൂവൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറിൽ ഇവാബറേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അല്ലെ. അപ്പം നോർമൽ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഈ ലിക്വിഡ് ഫ്യൂവൽസ് ഒന്നും ഇവാബറേറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മോഡറേറ്റ് റേറ്റ് ഓഫ് കമ്പഷൻ, ഹൈ റേറ്റ് ഓഫ് കമ്പഷൻ പാടില്ല, അപ്പൊ സ്ഫോടനങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ മോഡറേറ്റ് ആയിട്ട് മിതമായിട്ടുള്ള എന്തായിരിക്കണം? ജ്വലന നിരക്കായിരിക്കണം. അതുപോലെ തന്നെ ഒരു എന്താണ് സ്യൂട്ടബിൾ ഇഗ്നീഷൻ, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഇഗ്നീഷൻ, അതിന്റെ ജ്വലിക്കാനുള്ള എന്താണ് ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, കത്താനുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് പറ്റുന്ന, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് ഒന്നായിരിക്കണം. ഇതിൽ ഏതെങ്കിലും എന്താണ് ഒരു 4 എണ്ണമോ 5 എണ്ണമോ എന്റെ മക്കൾ എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ, റെഡി ആണല്ലോ. അടുത്തത് നോക്കൂ, റൈറ്റ് ഡൗൺ 2 അഡ്വാൻറ്റേജസ് ആൻഡ് 2 ലിമിറ്റേഷൻസ് ഓഫ് ഹൈഡ്രജൻ ഫ്യൂവൽസ് എന്നാണ് ചോദിച്ചത്. ഹൈഡ്രജൻ ഫ്യൂവലിന്റെ 2 നല്ല വശങ്ങളും 2 ചീത്ത വശങ്ങളും എഴുതാം. ഹൈഡ്രജൻ എങ്ങനെ നല്ലതാവുന്നു, ഹൈഡ്രജൻ എങ്ങനെയാണ് മോശമാവുന്നത് അല്ലെ, 2 ഡിമെറിറ്റ്സും ഡീമെറിറ്റ്സും ആണ് എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ മേന്മകളും 2 പരിമിതികളുമാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഫസ്റ്റ് നമുക്ക് അഡ്വാൻറ്റേജസിൽ നിന്ന് തുടങ്ങാം അല്ലെ, നല്ല കാര്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇറ്റ് ഈസ് ദ ഫ്യൂവൽ ഹാവിംഗ് ഹയസ്റ്റ് കലോറിഫിക് വാല്യൂ. ഏറ്റവും കൂടുതൽ കാലോറിക മൂല്യമുള്ളത് ആർക്കാണ് മക്കളെ? നമ്മളുടെ ഹൈഡ്രജൻ ഫ്യൂവൽ അല്ലെ, ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനമാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ റോക്കറ്റ്സ്, പ്ലെയിൻസ്, കാർസ് ആൻഡ് ഫ്യൂവൽ അല്ലെ, നമ്മുടെ റോക്കറ്റുകളില്, കാറില്, അതുപോലെ തന്നെ ഫ്യൂവൽ സെല്ലുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ കുറെ സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, റോക്കറ്റുകളില്, വിമാനങ്ങളില്, കാറുകളില്, ഫ്യൂവൽ സെല്ലുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹൈഡ്രജൻ ഫ്യൂവലിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നോക്കൂ, വി മേക്ക് യൂസ് ഓഫ് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽസ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ബൈ കമ്പൈനിങ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ അല്ലെ, ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലേ. അപ്പൊ ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ല് എന്തുണ്ടാക്കുന്നു? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു, വൈദ്യുതി ഉണ്ടാക്കുന്നു. അത് നല്ലതല്ലേ. ഇനി പൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മുടെ ഹൈഡ്രജൻ ഫ്യൂവൽസ് ഉണ്ടാക്കുന്ന പൊല്യൂഷൻ വളരെ കുറവാണ്. ഇപ്പൊ നമ്മുടെ പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അല്ലെ, നമ്മുടെ പെട്രോളും ഡീസലും ഒക്കെ എന്തോരം
അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. പക്ഷെ ഹൈഡ്രജനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതെന്താണ്, അത്രത്തോളം എന്തുണ്ടാക്കുന്നില്ല, നമ്മളുടെ അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല. അപ്പൊ നന്മകൾ പറഞ്ഞു അല്ലെ, നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി കുറച്ച് തിന്മകളെ പറ്റി പറയാം അല്ലെ. ഇനി നമുക്ക് കുറച്ച് കുറ്റം പറയാം ഹൈഡ്രജനെ പറ്റിയിട്ട്. നോക്കൂ, ഡ്യൂ ടു ഹൈ റേറ്റ് ഓഫ് കമ്പഷൻ ദർ വിൽ ബി എക്സ്പ്ലോഷൻ അല്ലെ. ഹൈ റേറ്റ് ഓഫ് കമ്പഷൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് ഈസ് ഹൈലി ഇൻഫ്ലേമബിൾ, നല്ല കത്തിപ്പിടിക്കും. അതുകൊണ്ട് തന്നെ അതിനെ സ്റ്റോർ ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും അല്ലെ, ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ്. ഈസിലി അവൈലബിൾ അല്ല, അങ്ങനെ പെട്ടെന്നൊന്നും അവൈലബിൾ അല്ല അല്ലെ, ഈസിലി അവൈലബിൾ അല്ല, ലഭ്യത കുറവാണ്, അതുപോലെ തന്നെ കോസ്റ്റ്ലി ആണ്, ചെലവ് ഭയങ്കര കൂടുതലാണ്. ഓൾറെഡി ഡിസ്കസ് ചെയ്ത സാധനമാണ്. അപ്പൊ ഡിമെറിറ്റ്സ് എന്ത് ചെയ്യാ, എന്റെ മക്കളെ എഴുതി കൊടുക്കുക. ഓക്കെ ആണല്ലോ, റെഡി അല്ലേ? അടുത്തത് നോക്കുക, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ ബൈ ക്ലാസിഫൈങ് ദ ഗിവൺ ടേംസ്. താഴെ തന്നിരിക്കുന്ന ടേംസിനെ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? ഗ്രീൻ എനർജിയും ബ്രൗൺ എനർജിയുമായിട്ടാണ് തരംതിരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്കൂ, സോളാർ സെൽ അല്ലെ. സോളാർ സെൽ ഏതാണ് മക്കളെ? നമുക്കറിയാം അത് ഗ്രീൻ എനർജിയാണ് അല്ലെ. സോളാർ സെൽ അല്ലെ, സോളാർ സെൽ, സോളാർ സെൽ, സോളാർ സെൽ. അടുത്ത എന്താ നോക്കൂ, അറ്റോമിക് റിയാക്ടേഴ്സ്. നമുക്കറിയാം അറ്റോമിക് റിയാക്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ആണ് അല്ലെ. അപ്പൊ അറ്റോമിക് റിയാക്ടേഴ്സ് ഏതാണ്? ബ്രൗൺ ആണ്. അറ്റോമിക് റിയാക്ടേഴ്സ്. ഓക്കെ, അറ്റോമിക് റിയാക്ടേഴ്സ്. ഇനി തെർമൽ പവർ സ്റ്റേഷനോ? അതും ബ്രൗൺ എനർജിയാണ്. തെർമൽ പവർ സ്റ്റേഷൻ അല്ലെ. ഇവിടെ എന്തെഴുതണം? അറ്റോമിക്. അറ്റോമിക് മിസ് എഴുതുന്നുള്ളൂ, അറ്റോമിക് റിയാക്ടർ. പിന്നെ ഏതാ? തെർമൽ പവർ സ്റ്റേഷൻ. ഇനി ബയോമാസോ? ബയോമാസ് നമുക്കറിയാം എന്താണ്? ഗ്രീൻ ആണ്. ബയോമാസ്, ബയോമാസ്. ഓക്കെ ആണല്ലോ. ബയോമാസ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഗ്രീൻ എനർജിയാണ്. അടുത്തത് നോക്കൂ, ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ടു കൺട്രോൾ ദ മൈനിങ് ആൻഡ് യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് അല്ലെ. നമുക്കറിയാം ഫോസിൽ ഫ്യൂവൽസ് ഈ കുഴിച്ചെടുക്കുന്നത് നമുക്കറിയാം നമ്മുടെ മണ്ണിന്റെ അടിയിലുള്ളതാണ് അല്ലെ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള അനിമൽസിന്റെയും അതുപോലെ തന്നെ പ്ലാന്റ്സും കൊണ്ടൊക്കെ അവരെ ട്രാൻസ്ഫോം ചെയ്തിട്ടാണ് കോളും അല്ലെ ഇതുപോലുള്ള ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടായത്. നമ്മൾ ഇത് ഒരുപാട് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം? ഇത് തീർന്നു പോകും അല്ലെ. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഉപയോഗിക്കാൻ ഫ്യൂവൽ ഇല്ലാണ്ടായി പോകും അല്ലെ. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അപ്പൊ നെയിം ദ മോസ്റ്റ് അബണ്ടന്റ് ഫ്യൂവൽ ഇൻ ദ എർത്ത് എന്നാണ് ചോദിച്ചത് അല്ലെ. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ലഭ്യമാവുന്ന ഫോസിൽ ഫ്യൂവൽ ഏതാ? അതെല്ലാവർക്കും അറിയുന്ന സാധനമാണ് കോള്, അതായത് കൽക്കരി അല്ലെ. കൽക്കരിയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കൂ, എക്സ്പ്ലെയിൻ ഹൗ ദ അൺകൺട്രോൾഡ് മൈനിങ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് വിൽ എഫക്ട് ദ ഫ്യൂച്ചർ ജനറേഷൻ അല്ലെ. ഫോസിൽ ഇന്ധനങ്ങൾ യഥേഷ്ടം ഖനനം ചെയ്യുന്നത് ഭാവി തലമുറയെ എങ്ങനെയാണ് ബാധിക്കുക? തീർന്നു പോവും അല്ലെ. നമ്മൾ ഒരുപാട്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം? അത് കൃത്യമായിട്ട് എഴുതി കൊടുക്കാട്ടോ. മിസ് ഇത് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾ എഴുതണം എന്താണ് ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, എന്താണ് ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്? നമ്മുടെ പ്ലാന്റ്സും അനിമൽസും ഒക്കെ എർത്തിന്റെ ക്രസ്റ്റില് ഒരുപാട് കാലം അല്ലെ വായുവിന്റെ അസാന്നിധ്യത്തിൽ, ആബ്സെൻസ് ഓഫ് എയറില്, ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും, അതായത് ഉയർന്ന ടെമ്പറേച്ചർ, ഉയർന്ന താപനിലയിലും ഉയർന്ന മർദ്ദത്തിലും കിടന്നിട്ടാണ് ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടാവുന്നത്. അപ്പം ഇതൊരു എന്താണ്? ബ്രൗൺ എനർജിയാണ്, അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ ആണ്. ഇതെന്ത് ചെയ്യാ? പുതുതായിട്ട് ഉണ്ടാവില്ല അല്ലെ. ഇത് തീർന്നു. അപ്പൊ നമ്മൾ ഒരുപാട് മൈൻ ചെയ്തെടുക്കുമ്പോൾ അല്ലെ, നമ്മൾ ആവശ്യത്തിലധികം അത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് തീർന്നു പോവും. അപ്പൊ ഭാവി തലമുറയ്ക്ക് ഫ്യൂവൽസിന്റെ ക്ഷാമം ഉണ്ടാവും, എനർജി ക്രൈസിസ് ഉണ്ടാവും അല്ലെ. എനർജി ക്രൈസിസ് ഉണ്ടാവും, ഊർജ പ്രതിസന്ധി ഉണ്ടാവും എന്നാണ് എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. ഇനി അടുത്ത എന്താ നോക്കൂ, എക്സ്പ്ലെയിൻ how the over exploitation of fossil fuels affect the earth's atmosphere. ഇനി ഓവറായിട്ട് നമ്മൾ ഇതുപോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ ഫോസിൽ ഫ്യൂവൽസിന് ഒരുപാട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന് എന്ത് പറ്റും? മലിനീകരണം കൂടുതലേ. നമുക്കറിയാം ഈ ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ അറ്റ്മോസ്ഫിയറിന് നിറയെ പൊല്യൂഷൻ മലിനമാക്കുന്നതാണ് അല്ലെ. നമ്മുടെ പരിസരം മലിനീകരണം അല്ലെ ഒരുപാട് കൂട്ടുന്നതാണ്. അപ്പൊ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ കാര്യങ്ങളാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. അത്ര നല്ലതല്ല അല്ലെ. ഫോസിൽ ഫ്യൂവൽസിന് ഓവറായിട്ട് മൈൻ ചെയ്ത് ഓവറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് നിങ്ങളുടെ സ്വന്തം വാക്യത്തിൽ എഴുതി കൊടുക്കുക. നോക്കൂ, സോളാർ എനർജി ഈസ് ട്രീറ്റഡ് ആസ് ദ എനർജി സോഴ്സ് ഫോർ ദ ഫ്യൂച്ചർ. റൈറ്റ് എനി 2 സോളാർ ഡിവൈസസ് വർക്കിംഗ് ഓൺ സോളാർ എനർജി അല്ലെ. ഈ സോളാർ എനർജി അതായത് സൗരോർജ്ജം എന്ന് പറയുന്നത് ഭാവിയിലേക്കുള്ള ഊർജ്ജമാണെന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ സൗരോർജ്ജം ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന 2 ആൾക്കാരാണ് നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓർമ്മയുണ്ടോ? സോളാർ കുക്കർ
അല്ലെ? സോളാർ കുക്കറും അതുപോലെ തന്നെ സോളാർ ഹീറ്ററും അല്ലെ? ഇവരെ രണ്ടുപേരെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോളാർ കുക്കർ ആൻഡ് സോളാർ ഹീറ്റർ. ഇവർ രണ്ടുപേരെയും എന്ത് ചെയ്യാം മക്കളെ? എഴുതി കൊടുക്കുക. ഓക്കെ ആണല്ലോ? റെഡി അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പ്ലേസ് വേർ ഇലക്ട്രിസിറ്റി ഈസ് കൊമേഴ്ഷ്യലി പ്രൊഡ്യൂസ്ഡ്. അല്ലെ? എവിടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എവിടെയാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വൈദ്യുത നിലയങ്ങളിലാണ്, പവർ സ്റ്റേഷൻസിലാണ് അല്ലെ? അപ്പൊ നമ്മൾ എഴുതേണ്ടത് എന്താണ്? പവർ സ്റ്റേഷൻസ് അല്ലെ? പവർ സ്റ്റേഷൻസ് അഥവാ വൈദ്യുത നിലയം അല്ലെ? വൈദ്യുത നിലയം, വൈദ്യുത നിലയങ്ങളിൽ ആണ് ഉണ്ടാവും അല്ലെ? നമുക്കറിയാം ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ്, തെർമൽ പവർ പ്ലാന്റ്, അതുപോലെ തന്നെ എന്ത് പഠിച്ചിട്ടുണ്ട്? നമ്മളെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഈ 3 ആൾക്കാരെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. അടുത്ത നോക്കൂ. വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് അല്ലെ? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലെ ഊർജ്ജമാറ്റം നമുക്കറിയാം. എന്താ സംഭവിക്കുന്നത്? ഡാമിൽ നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നു, അതിങ്ങനെ പൈപ്പിൽ കൂടെ വന്ന് ടർബൈൻ കറക്കുന്നു, അത് ജനറേറ്റർ വഴി നമുക്ക് എന്ത് കിട്ടുകയാണ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി. അപ്പൊ ഡാമിൽ സ്റ്റോർ ചെയ്ത് വെച്ചത് ഏതാ? പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോർജം. അത് വെള്ളം പൈപ്പിലൂടെ വരുന്നു, അപ്പൊ അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറി, ഗതികോർജമായി. ഇനി ടർബൈൻ കറക്കുന്നു, അത് മെക്കാനിക്കൽ എനർജി, യാന്ത്രികോർജമായി. അത് ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നു, അപ്പൊ വൈദ്യുതോർജമായി. അല്ലേ മക്കളെ? വളരെ എളുപ്പമല്ലേ? അപ്പൊ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയി മാറുന്നു, കൈനറ്റിക് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു, മെക്കാനിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അപ്പൊ സ്ഥിതികോർജം ഗതികോർജമാകുന്നു, ഗതികോർജം യാന്ത്രികോർജമാകുന്നു, യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. അങ്ങനെയാണെങ്കിൽ തെർമൽ പവർ സ്റ്റേഷൻസിൽ എന്താ അവസ്ഥ? താപവൈദ്യുത നിലയങ്ങളിൽ നമുക്കറിയാം അവിടെ എന്താണ്? ഫ്യൂവൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കത്തിക്കും അല്ലെ? ഫ്യൂവൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കത്തിക്കുന്നു, അതിന്റെ ഹീറ്റ് എനർജി ഉപയോഗിച്ചുകൊണ്ട് വെള്ളം ചൂടാവുന്നു. ആ സ്റ്റീം പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ടർബൈനെ കറക്കി നമുക്ക് എന്ത് കിട്ടുന്നത്? യെസ്, വെരി ഗുഡ്, നമ്മളുടെ ഇലക്ട്രിസിറ്റി കിട്ടുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം അല്ലെ? നമ്മുടെ ഫ്യൂവൽ കത്തും. ഫ്യൂവൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽസ് ആണ്. അപ്പൊ കെമിക്കൽ എനർജി കത്തുമ്പോൾ നമുക്ക് ഹീറ്റ് എനർജി കിട്ടും. ഹീറ്റ് എനർജിയാണ് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറിയത്, അതാണ് ഇലക്ട്രിക്കൽ എനർജി. നമുക്കിത് ആലോചിച്ചുകൊണ്ട് എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ എന്താണ് മക്കളെ? രാസോർജം താപോർജമാകുന്നു, താപോർജം യാന്ത്രികോർജമാകുന്നു, ആൻഡ് വൈദ്യുതോർജമാകുന്നു. ഇനി നിങ്ങളോട് ചോദിക്കും, ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ന്യൂക്ലിയർ എനർജിയാണ് ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നത്. ഈ ഒരു സാധനം മാത്രം വ്യത്യാസം വരുള്ളൂ. കെമിക്കൽ എനർജിക്ക് പകരം അവിടെ എന്തെഴുതാ? ന്യൂക്ലിയർ എനർജി ഹീറ്റ് എനർജി ആവുന്നു, ഹീറ്റ് എനർജി മെക്കാനിക്കൽ എനർജി ആവുന്നു, മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആവുന്നു. ഓക്കെ ആണല്ലോ? ഈ വ്യത്യാസം മാത്രമാണ് അവിടെ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അതും പഠിക്കണം. 3 പവർ സ്റ്റേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ്, അതുപോലെ തെർമൽ പവർ സ്റ്റേഷൻ, താപവൈദ്യുത നിലയം, അതുപോലെ തന്നെ ന്യൂക്ലിയർ വൈദ്യുത നിലയം, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ്. ഇവരുടെ 3 പേരുടെയും എന്ത് പഠിക്കുക? എനർജി ട്രാൻസിഷൻ പഠിക്കുക. ഏതാണ് ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ 3 എന്റെ മക്കൾ എന്ത് ചെയ്യണം? പഠിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത നോക്കൂ. വാട്ട് ആർ ദ ഫ്യൂവൽസ് യൂസ്ഡ് ഇൻ തെർമൽ പവർ പ്ലാന്റ്സ്? തെർമൽ പവർ പ്ലാന്റ്സിൽ നമുക്കറിയില്ലേ, ഫ്യൂവൽ ഉപയോഗിച്ചുകൊണ്ടാണ്, കത്തിച്ചുകൊണ്ടാണ് ഹീറ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന ഫ്യൂവൽസ് എന്താ? മെയിൻ ആയിട്ട് നമ്മുടെ നാഫ്ത പോലെയുള്ള കെമിക്കൽസ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പൊ ഡീസല് നോക്കൂ, ഡീസല്, LNG, കോള്, നാഫ്ത, ലിഗ്നൈറ്റ് പോലെയുള്ള ഫോസിൽ ഫ്യൂവലുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ഫോസിൽ ഫ്യൂവലുകളാണ് മെയിൻ ആയിട്ട് അവിടെ ഉപയോഗിക്കുന്നത്. അവരെ കത്തിച്ചുകൊണ്ട് ആ ഹീറ്റ് എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിനെ ചൂടാക്കി ടർബൈൻ കറക്കുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ? ഇനി നോക്കൂ, എന്താണ് ബ്രൗൺ എനർജി? നമുക്കറിയാം ബ്രൗൺ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ പരിസരത്തെ അല്ലെങ്കിൽ എൻവയോൺമെന്റലിന് ഭയങ്കര മലിനീകരണം ഉണ്ടാക്കുന്ന അല്ലെ, പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് നമ്മളുടെ ബ്രൗൺ എനർജി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബ്രൗൺ എനർജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ദ എനർജി പ്രൊഡ്യൂസ്ഡ് ഫ്രം നോൺ റിന്യൂവബിൾ സോഴ്സസ് ആണ് അല്ലെ? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളായ പെട്രോളിയം, കൽക്കരി തുടങ്ങി ഉപയോഗിച്ചുണ്ടായിരുന്ന ഊർജവും ന്യൂക്ലിയർ ഊർജവുമാണ് ബ്രൗൺ എനർജി എന്ന് പറയുന്നത്. ഒക്കെയാണല്ലോ? അപ്പൊ ഏതൊക്കെയാണ്? പെട്രോളിയം, കോള്, ന്യൂക്ലിയർ എനർജി ആസ് നെയിംഡ് ആസ് ബ്രൗൺ എനർജി. ഓക്കെ ആണല്ലോ? അപ്പൊ നോൺ റിന്യൂവബിൾ ആണ്, പുനഃസ്ഥാപിക്കാൻ പറ്റില്ല. നമ്മൾ എത്രത്തോളം എടുക്കുന്നോ അത് തീർന്നുകൊണ്ടേയിരിക്കും അല്ലെ? അപ്പൊ നമ്മളുടെ
ഒരു ഗ്ലാസ്സിൽ നമ്മളെ വെള്ളമുണ്ട്, നമ്മളിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിലേക്ക് വെള്ളം നിറയില്ല അല്ലെ, അതിൽ എത്രയാണോ ഉള്ളത് അത്രയും നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ. പുതുതായിട്ട് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് ബ്രൗൺ എനർജി. നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നോ അതിങ്ങനെ കുറഞ്ഞു 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 വരികയാണെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ നോക്കൂ, ദീസ് ആർ ദ സോഴ്സസ് വിച്ച് കോസ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് അല്ലെ. എന്താണ്? പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇവർ. എക്സാമ്പിൾ എന്താ? കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ന്യൂക്ലിയർ എനർജി. ഓക്കെ ആണല്ലോ. നമ്മുടെ ഫോസിൽ ഫ്യൂവൽസിനെ ആലോചിച്ചാൽ മതി. ഏതൊക്കെയാ? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം ആൻഡ് ന്യൂക്ലിയർ ഊർജം. ഓക്കെ ആണല്ലോ. അപ്പൊ ബ്രൗൺ എനർജി എന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂവലുകളാണെന്ന് ഓർക്കുക. ഓക്കെ, റെഡി ആണോ? സെറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. വാട്ട് ഡു യു മീൻ ബൈ ബയോമാസ് എന്നാണ് ചോദിച്ചല്ലേ. എന്താണ് ബയോമാസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് മക്കളെ ബയോമാസ് എന്ന് പറയുന്നത്? ഒന്നുമില്ല, നമ്മുടെ ഫയർവുഡ്, ഡ്രൈഡ് കൗഡങ് അല്ലെ, ഈ ചാണക വറളി എന്നൊക്കെ പറയും അല്ലെ. എന്താണ്? ഈ ചാണകത്തിനെ നമ്മളിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഡ്രൈ ആക്കും. അതുപോലെ തന്നെ ഫയർവുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ വിറക്, ഇതിനൊക്കെയാണ് നമ്മൾ ബയോമാസ് എന്ന് പറയുന്നത്. അതായത് പ്ലാന്റ്സ് അല്ലെങ്കിൽ അനിമൽസിന്റെ ഒക്കെ എന്താണ് പ്ലാന്റ്സിൽ നിന്നും അനിമൽസിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനമാണ് നമ്മളുടെ ബയോമാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫ്യൂവൽസ് സച്ച് ആസ് ഫയർവുഡ്, ഡ്രൈഡ് കൗഡൺ വിച്ച് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ദ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ നോൺ ആസ് ബയോമാസ്. അപ്പൊ പ്ലാന്റ്സിൽ നിന്നും അനിമൽസിൽ നിന്നൊക്കെ കിട്ടുന്ന അല്ലെ, ഇപ്പൊ കൗഡങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അനിമൽസിൽ നിന്നാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നതാണ് നമ്മുടെ ഫയർവുഡ് ഒക്കെ. അപ്പൊ ഇവരെയൊക്കെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ബയോമാസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ബേണിംഗ് ഓഫ് ബയോമാസ് എന്ന് പറയുന്നത് പാർഷ്യൽ കമ്പഷൻ ആണ്. നമുക്കറിയാം, ഇപ്പൊ വിറക് കത്തുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ ബയോമാസുകൾ കത്തിക്കുമ്പോൾ ഇത് നല്ല പോലെ കത്തില്ല, കുറെ പുകയൊക്കെ പുറത്തോട്ടേക്ക് വരുന്ന കാണാൻ പറ്റും. കാരണം ഇത് പാർഷ്യൽ കമ്പഷൻ ആണ് നടക്കുന്നത് അല്ലെ. അപ്പൊ പാർഷ്യൽ കമ്പഷൻ ആകുമ്പോൾ എന്താ പ്രശ്നം? നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ. യെസ്, അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. ബയോമാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഫയർവുഡുകൾ അതുപോലെ തന്നെ ഡ്രൈഡ് ആയിട്ടുള്ള കൗഡങ്ങും കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ബയോമാസ് എന്ന് പറയുന്നത്. അപ്പൊ സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും ലഭിക്കുന്ന വിറക്, ചാണകവറളി തുടങ്ങിയ ഇന്ധനങ്ങളാണ് ബയോമാസ് എന്ന് പറയുന്നത്. ബയോമാസിന്റെ ജ്വലനം എന്താണ് മക്കളെ? ഭാഗിക ജ്വലനമാണ്. ത്രോയിങ് ബയോമാസ് കെയർലെസ്ലി ക്യാൻ കോസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. എക്സ്പ്ലെയിൻ എന്നാണ് ചോദിച്ചല്ലേ. നമ്മൾ കെയർലെസ്ലി ഇത് എന്ത് ചെയ്യാണ്? അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടിടുവാണെന്നുണ്ടെങ്കിൽ നോക്കി നോക്കൂ, എങ്ങാ വല്ലതും കത്തുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇത് ബേൺ ചെയ്യുന്ന സമയത്ത് പാർഷ്യൽ കമ്പഷൻ ആയതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക? പുറത്തോട്ടേക്ക് എന്ത് പോരും? ഗ്യാസ് പുറത്തോട്ടേക്ക് പോകും അല്ലെ. ഇപ്പൊ കാർബൺ മോണോക്സൈഡ് ഒക്കെയാണ് നമുക്ക് കിട്ടുക. സോ അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിന് നല്ലതല്ല, അതുപോലെ തന്നെ നമുക്കും നല്ലതല്ല അല്ലെ. അപ്പൊ അതാണ് അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഇനി നോക്കൂ, സ്റ്റേറ്റ് ഹൗ ബയോമാസ് ഇൻ ബയോഗ്യാസ് പ്ലാന്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ബയോഗ്യാസ്. പക്ഷേ ഈ ബയോമാസിനെ തന്നെ നമുക്ക് എന്തിലേക്ക് മാറ്റാൻ പറ്റും? ബയോഗ്യാസിലേക്ക് മാറ്റാൻ പറ്റും അല്ലെ. അപ്പൊ എങ്ങനെയാണ് ബയോമാസിനെ ബയോഗ്യാസ് ആക്കി മാറ്റുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ബയോഗ്യാസ് പ്ലാന്റിനുള്ളിൽ ബയോമാസ് എങ്ങനെയാണ് ബയോഗ്യാസ് ആയിട്ട് മാറുന്നത് നോക്കൂ. ബയോമാസിനെ നമ്മൾ ആദ്യം കൊണ്ടുപോയിട്ട് ബയോഗ്യാസ് പ്ലാന്റിൽ കൊണ്ടിടുന്നു. ഓക്കെ, അപ്പൊ ബയോമാസിനെ ആദ്യം എന്താ ചെയ്യുന്നത്? ബയോഗ്യാസ് പ്ലാന്റിൽ നമ്മൾ നിക്ഷേപിക്കുന്നു. ആ ബയോഗ്യാസ് പ്ലാന്റിനുള്ളിൽ ഓക്സിജൻ ഉണ്ടോ മക്കളെ? ഇല്ല അല്ലെ. ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണ്, ഓക്സിജൻ ഇല്ല. അപ്പം അതെന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? ബയോഗ്യാസ് ആയിട്ട് മാറുകയാണ് കേട്ടോ. അപ്പൊ ബയോമാസ് ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിച്ചാൽ ഓക്സിജന്റെ അഭാവത്തിൽ അല്ലെങ്കിൽ ഓക്സിജന്റെ അസാന്നിധ്യത്തില് ബയോഗ്യാസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ ഉള്ളിൽ ആരാണ് ഇതിനെ ബയോഗ്യാസ് ആയി മാറ്റുന്നത്? ബാക്ടീരിയാസ് ആണ് കേട്ടോ. അപ്പൊ ബാക്ടീരിയാസ് കൺവേർട്ട് ബയോമാസ് ടു ബയോഗ്യാസ്. അപ്പൊ ബാക്ടീരിയകളാണ് ഈ ബയോമാസിനെ ബയോഗ്യാസ് ആക്കി മാറ്റുന്നത്. അപ്പൊ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ബയോഗ്യാസ് പ്ലാന്റിന്റെ ഉള്ളിൽ നമ്മൾ ബയോമാസിനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള ബാക്ടീരിയാസ് എന്ത് ചെയ്യും? അതിനെ ബയോഗ്യാസ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യാം. ദ സ്ലറി ഗിവൺ ഔട്ട് ബൈ ദ ബയോഗ്യാസ് പ്ലാന്റ് ഇസ് എ ഗുഡ് മാനുവർ. ഇനി അതിൽ നിന്ന് പുറത്തോട്ടേക്ക് കുറച്ച് സാധനങ്ങൾ പുറത്തോട്ടേക്ക് വരും അല്ലെ. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും പുറത്ത് ലഭിക്കുന്ന കുറച്ച് അവശിഷ്ടങ്ങളില്ലേ, ആ അവശിഷ്ടങ്ങൾ നമുക്ക് വല്ല പ്ലാന്റ്സിനൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ എങ്ങനെയാണ് ബയോമാസ് ബയോഗ്യാസ് ആയിട്ട് മാറിയത് മനസ്സിലായില്ലേ? ബയോഗ്യാസ് പ്ലാന്റിൽ പോകുന്നു, ബയോമാസിനെ ഇടുന്നു, ആബ്സെൻസ് ഓഫ് എയറില് ബാക്ടീരിയാസ് അതിനെ പിടിച്ചിട്ട് ബയോഗ്യാസ് ആക്കി മാറ്റുകയാണ് ചെയ്യുക. ഓക്കെ, ഇത്ര എഴുതി കൊടുത്താൽ മതി. ഇത്ര മാത്രമേ നിങ്ങൾ പഠിക്കാനുള്ളൂ. മാർക്ക് കിട്ടും കേട്ടോ. ഫുൾ മാർക്ക് തന്നെ കിട്ടും, ഒരു മാർക്ക് പോലും പോകത്തില്ല. ഇനി നോക്കൂ, വാട്ട് ഈസ് ദ മെയിൻ കമ്പോണന്റ് ഓഫ് ബയോഗ്യാസ്? ബയോഗ്യാസിന്റെ മെയിൻ ആയിട്ടുള്ള മുഖ്യ ഘടകം എന്ന് പറയുന്നത് ആരാന്നറിയോ? മീത്തേനും കാർബൺ ഡൈ ഓക്സൈഡും. ഓക്കെ ആണല്ലോ. അപ്പൊ ബയോഗ്യാസിന്റെ മെയിൻ ആയിട്ടുള്ള കമ്പോണന്റ് എന്ന് പറയുന്നത് ആരാണ് മക്കളെ? മീത്തേൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ.
അടുത്തത് നോക്കൂ, ഗ്രീൻ എനർജി ഈസ് ദ എനർജി ഫോർ ഫ്യൂച്ചർ അല്ലെ. ഗ്രീൻ എനർജിയാണ് നമ്മുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള എനർജി എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ എബൌട്ട് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഓൺ ദ എനർജി ക്രൈസിസ്. എനർജി ക്രൈസിസിന്റെ ബേസിസിൽ എഴുതാനാ പറഞ്ഞത്. എന്താണ് മക്കളെ എനർജി ക്രൈസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവി തലമുറയ്ക്ക് ഇതെന്താ എനർജീസ് ഒന്നും ഇല്ലാതിരിക്കാം. ഇതിനെയാണ് നമ്മൾ എനർജി ക്രൈസിസ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ ഒരുപാട് ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക, അപ്പൊ ഇതൊക്കെ തീർന്നു പോകും അല്ലെ. അപ്പൊ ഇതൊക്കെ തീർന്നു പോയാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ, നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഉപയോഗിക്കാൻ ഫ്യൂവൽസ് ഉണ്ടാവും ഇല്ല. അപ്പം ഗ്രീൻ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ സോളാർ, വിൻഡ് എനർജി, ഓഷ്യൻ എനർജി ഒക്കെയാണ് അല്ലെ. ഇവര് തീർന്നു പോകത്തില്ല, ഇവരിങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരാണ്. പ്രകൃതിക്ക് യാതൊരു മലിനീകരണം ഒന്നും ഉണ്ടാക്കാത്ത ആൾക്കാരാണ് ഗ്രീൻ എനർജി. അപ്പൊ ഗ്രീൻ എനർജി മാത്രമേ ഭാവിയിലേക്ക് എന്തുണ്ടാവുള്ളൂ, അവശേഷിക്കുന്നുണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. അപ്പൊ ഗ്രീൻ എനർജി എന്ന് പറയുന്നത് എന്താണ് മക്കളെ, നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസിൽ നിന്നും കിട്ടുന്നതാണ്. ഏതൊക്കെയാ, സൺലൈറ്റ്, വിൻഡ്, വാട്ടർ ഒക്കെ അല്ലെ. ഇതാണ് സൂര്യപ്രകാശം, കാറ്റ്, വെള്ളം തുടങ്ങിയവയൊക്കെയാണ് നമ്മളുടെ എന്ത്, ഗ്രീൻ എനർജി എന്ന് പറയുന്നത്. ഇത് റിന്യൂവബിൾ ആണ്. ഇത് എന്ത് ചെയ്യും, പുനഃസ്ഥാപിച്ചുകൊണ്ടേ ഇരിക്കുന്നവരാണ് അല്ലെ. അപ്പം എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എനർജി, ബാക്കിയുള്ള എനർജീസ് ഒക്കെ പോയി കഴിഞ്ഞാലും ഈ എനർജീസ് മാത്രമാണ് ബാക്കി ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ടാണ് ഫ്യൂച്ചറിലേക്കുള്ള എനർജിയാണ് ഗ്രീൻ എനർജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിനുള്ള ആൻസർ ആണ് ഇവിടെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ സാധനം നമ്മൾ വേർഡ്സിൽ എഴുതി, അത്രേ ഉള്ളൂ. അപ്പൊ അതങ്ങ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് അവിടെ കിട്ടും. ഓക്കെ, അടുത്തത് നോക്കൂ, താഴെ പറയുന്നവയിൽ കലോറിഫിക് മൂല്യം കൂടിയ ഇന്ധനമാണ് ചോദിച്ചത് അല്ലെ. ഏതിനാണ് കലോറിഫിക് മൂല്യം ഏറ്റവും കൂടുതൽ? നമുക്കറിയാം ഏറ്റവും കൂടുതൽ കലോറിഫിക് മൂല്യമുള്ളത് ആർക്കാണ്, ഹൈഡ്രജൻ ആണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കലോറിഫിക് മൂല്യം ഏറ്റവും കൂടുതൽ ആർക്കാണ് മക്കളെ, ഹൈഡ്രജൻ ആണ്. ഓക്കെ ആണല്ലോ, ഹൈഡ്രജൻ ആണെന്ന് മനസ്സിലാക്കാം. ഇനി നോക്കൂ, ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ബയോമാസ് ഡയറക്ട്ലി ആസ് ഫ്യൂവൽ ഇറ്റ് ഈസ് ഓൾവേസ് അഡ്വാൻറ്റേജസ് ടു ബയോഗ്യാസ് അല്ലെ. ബയോമാസിനെ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാതെ ബയോഗ്യാസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് അല്ലെ. ബയോമാസിനെയാണ് നമ്മൾ ബയോഗ്യാസ് ആക്കി മാറ്റുന്നത്. ബയോഗ്യാസ് പ്ലാന്റിലൊക്കെ ഇട്ട് നമ്മൾ അതിനെ എന്താക്കി മാറ്റുന്നു, ബയോഗ്യാസ് ആവുന്നു. അപ്പൊ ബയോമാസിനേക്കാൾ നല്ലത് ബയോഗ്യാസ് ആണ് അല്ലെ. എന്താണ് ബയോമാസ്? അപ്പൊ എന്താണ് മക്കളെ ബയോമാസ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ബയോമാസ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മളുടെ വിറക് അല്ലെ, ഫയർവുഡ്, അതുപോലെ തന്നെ ഡ്രൈഡ് ആയിട്ട് കൗഡങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന അങ്ങനത്തെ ഫ്യൂവൽസിനെയാണ് നമ്മൾ ബയോമാസുകൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഫ്യൂവൽ സച്ച് ആസ് ഫയർവുഡ്, ഡ്രൈഡ് കൗഡങ്, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, യെസ് ഫ്യൂവൽസ് അല്ലെ, ബയോമാസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പ്ലാന്റ്സിൽ നിന്നും അനിമൽസിൽ നിന്നും കിട്ടുന്ന ഇതുപോലെയുള്ള ആൾക്കാരെയാണ് എന്ത് പറയുന്നത്, ബയോഗ്യാസ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഇവരുടെ ബേണിംഗ് എന്ന് പറയുന്നത് അല്ലെ, ഇവരുടെ ജ്വലനം എന്ന് പറയുന്നത് എന്താണ്, ഭാഗികമായിരിക്കും, പാർഷ്യൽ കമ്പഷൻ ആയിരിക്കും എന്ന് ഓർക്കാം. ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ബയോഗ്യാസ്? എന്തുകൊണ്ടാണ് ബയോഗ്യാസ് ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ് ബയോഗ്യാസ് ആണ് നല്ലതെന്ന് പറയുന്നത്? മെയിൻ ആയിട്ട് ബയോഗ്യാസ് നല്ലതാണെന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇറ്റ് കോസ് എന്താണ്, ലെസ് പൊല്യൂഷൻ അല്ലെ. പൊല്യൂഷൻ ഭയങ്കര കുറവാണ് അല്ലെ, പൊല്യൂഷൻ കുറവാണ്. അതായത് മലിനീകരണം അല്ലെ, പരിസ്ഥിതി മലിനീകരണം എന്താണ് മക്കളെ, കുറവാണ്. ഓക്കെ ആണോ? പരിസ്ഥിതി മലിനീകരണം വളരെ വളരെ കുറവാണ് ഏതില്, നമ്മളുടെ ബയോഗ്യാസ് പ്ലാന്റില്. ഓക്കെ ആണോ? അപ്പൊ ബയോഗ്യാസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ പാർഷ്യൽ കമ്പഷൻ അല്ലെ, പാർഷ്യൽ കമ്പഷൻ ഉണ്ടാക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കാർബൺ മോണോക്സൈഡിനെ പുറത്തു വിടുന്നില്ല. അപ്പൊ അടുത്തത് എന്തെഴുതാം, കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യില്ല. കാർബൺ മോണോക്സൈഡ് ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് അല്ലെ. കാർബൺ മോണോക്സൈഡ് എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാകുന്നില്ല. ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ബയോഗ്യാസിന്റെ നല്ല അല്ലെ മേന്മകളായിട്ട് നമുക്ക് അവിടെ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കൂ, യു ഹാവ് നോ ദ ഡിവൈസസ് ദാറ്റ് യൂസ് സോളാർ എനർജി അല്ലെ. സോളാർ എനർജി അല്ലെങ്കിൽ സൗരോർജം ഉപയോഗിക്കുന്ന അല്ലെ, സൗരോർജം ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നമുക്കറിയാം. ഇനി നോക്കൂ, സൗരോർജം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെ, കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആരാ, സോളാർ കുക്കർ അല്ലെ. സോളാർ കുക്കർ, മലയാളത്തിലും സോളാർ കുക്കർ എന്ന് തന്നെ പറയാം. വാട്ട് ആർ ദ 2 അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് ഡിവൈസ് എന്നാണ് ചോദിച്ചല്ലേ. ഈ ഉപകരണത്തിന്റെ 2 ഗുണങ്ങൾ എന്തൊക്കെയാണ്? എന്താണ്? ഇറ്റ് ഈസ് യൂസിങ് റിന്യൂവബിൾ എനർജി അല്ലെ. ഇറ്റ് ഈസ് യൂസിങ്
എന്താണ്? ഗ്രീൻ എനർജി അല്ലെ? ഗ്രീൻ എനർജി ആണ് ഉപയോഗിക്കുന്നത് അല്ലെ? ഗ്രീൻ എനർജി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പൊല്യൂഷൻസ് ഉണ്ടാവില്ല അല്ലെ? ലെസ് പൊല്യൂഷൻ എന്ന് വെച്ചാൽ മലിനീകരണം വളരെ കുറവാണ് അല്ലെ? ഏതെങ്കിലും 2 എണ്ണമാണ് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് യൂസിങ് ഗ്രീൻ എനർജി. അപ്പൊ ഗ്രീൻ എനർജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലെസ് പൊല്യൂഷൻ ആണ്, നമുക്ക് നല്ല ഫുഡ് എന്ത് ചെയ്യാൻ പറ്റും? കുക്ക് ചെയ്ത് കിട്ടും. ഓക്കെ, റെഡി ആണല്ലോ? അപ്പൊ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം? എഴുതി കൊടുക്കാം. ഇനി നോക്കൂ, ഡിവൈസ് വിച്ച് കൺവേർട്ട് സോളാർ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. സോളാർ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നത് ആരാണ്? നമുക്കറിയാലോ അവരുടെ പേരെന്താ? സോളാർ സെൽസ് അല്ലെ? സോളാർ സെല്ലുകൾ അല്ലെ? സോളാർ സെല്ലുകൾ അല്ലെങ്കിൽ സോളാർ പാനൽ എന്നും പറയും കേട്ടോ. അപ്പം സോളാർ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോളാർ സെല്ലുകൾ. ഓക്കെ ആണോ മക്കളെ? സോളാർ സെല്ലുകളാണ് കേട്ടോ. നെയിം ദ പ്രോസസ് ഇൻ വിച്ച് ഹെവിയർ ന്യൂക്ലിയൈ സ്പ്ലിറ്റ് ഇൻടു ലൈറ്റർ വൺസ് അല്ലെ? ഹെവിയർ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസിനെ 2 കഷ്ണങ്ങളാക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിക്കുക? ന്യൂക്ലിയർ ഫിഷൻ അല്ലെ? ന്യൂക്ലിയർ ഫിഷൻ. ഫിഷൻ ആണ് കേട്ടോ മക്കളെ, ന്യൂക്ലിയർ ഫിഷൻ ആണ്, ഫിഷൻ. ഇനി നോക്കൂ, നെയിം ദ പ്രോസസ് വിച്ച് ദ ലൈറ്റർ ന്യൂക്ലിയൈ കമ്പൈൻ ടു ഫോം ഹെവിയർ ന്യൂക്ലിയൈ. 2 ചെറിയ ചെറിയ ന്യൂക്ലിയൈ കൂടി ചേർന്ന് വലിയ ന്യൂക്ലിയൈ ആവുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് കേട്ടോ, ഫ്യൂഷൻ. ഓക്കെ, ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നാണ് പറയുന്നത്. അടുത്ത നോക്കൂ, വിച്ച് പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ സൺ ടു പ്രൊഡ്യൂസ് എനർജി. നമ്മുടെ സണ്ണിന്റെ ഉള്ളിൽ അല്ലെ, സൂര്യന്റെ ഉള്ളിൽ നമുക്ക് എനർജി കിട്ടുന്നില്ലേ മക്കളെ? അല്ലെ, നമുക്ക് എനർജി കിട്ടുന്നുണ്ട് സൂര്യനിൽ നിന്നും. അപ്പൊ സൂര്യന്റെ ഉള്ളിൽ എനർജി കിട്ടാൻ അല്ലെങ്കിൽ ഈ ഹീറ്റ് എനർജി ഒക്കെ ഉണ്ടാവുന്നത് എന്ത് പ്രോസസ്സ് വഴിയാണ്? ഫ്യൂഷൻ ആണ് കേട്ടോ മക്കളെ, ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ, ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് കേട്ടോ, ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ, ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നോക്കൂ, വിച്ച് പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ ആറ്റം ബോംബ്. ആറ്റം ബോംബിന്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത്? അത് ഫിഷൻ ആണ് കേട്ടോ. ആറ്റം ബോംബിന്റെ ഉള്ളിലുള്ളത് ഏതാണ് മക്കളെ? ന്യൂക്ലിയർ ഫിഷൻ. ഓക്കെ, 1 വേർഡിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫിഷൻ ആണ്. ഓക്കെ, ന്യൂക്ലിയർ ഫിഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് ഡസ് ദിസ് സിംബൽ മീൻസ്. ഈ സിംബലിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചത്. ഒന്നുമല്ല, ഈ സിംബൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ ന്യൂക്ലിയർ റേഡിയേഷൻസ് ഉണ്ട് എന്നാണ് കേട്ടോ അർത്ഥം. അപ്പൊ ന്യൂക്ലിയർ റേഡിയേഷൻസ് ഉണ്ട് എന്ന് കാണിക്കാനുള്ളതാണ് എന്ത്? ഈ ഒരു ചിഹ്നം എന്നുള്ള. അപകടം എന്നല്ല, ന്യൂക്ലിയർ റിയാക്ഷൻസ് നടക്കുന്ന അല്ലെങ്കിൽ ന്യൂക്ലിയർ റേഡിയേഷൻസ് അവിടെ ഉണ്ടാകും എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാനാണ്. ന്യൂക്ലിയർ റേഡിയേഷൻസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നോക്കൂ, വാട്ട് ഈസ് മെന്റ് ബൈ ദ ടേം എനർജി ക്രൈസിസ്. എന്താണ് എനർജി ക്രൈസിസ് അഥവാ ഊർജ പ്രതിസന്ധി എന്ന് പറയുന്നത്? എന്താണ് ഊർജ പ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, എനർജി അല്ലെ, എനർജി ഇല്ലാണ്ടാവുന്നത്, എനർജി നമുക്ക് ഉപയോഗിക്കല്ല, ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കിട്ടാതാവുന്നതിനെയാണ് എനർജി ക്രൈസിസ് എന്ന് വിളിക്കുക. അപ്പൊ എന്താണ് എനർജി ക്രൈസിസ്? എനർജി ക്രൈസിസ് is the consequences of increasing demand but decreasing the availability of fuel. അല്ലെ, നമുക്ക് ആവശ്യം ഭയങ്കര കൂടുതലാണ്, പക്ഷെ ആവശ്യത്തിനനുസരിച്ച് ഫ്യൂവൽ ഇല്ലെങ്കിൽ എന്താ ചെയ്യാം അല്ലെ? ആവശ്യത്തിനനുസരിച്ച് ഫ്യൂവൽ ഇല്ലെങ്കിൽ നമുക്കത് ക്രൈസിസ് ആണ് അല്ലെ. അപ്പൊ ഊർജത്തിന്റെ ആവശ്യകത അനേകം മടങ്ങ് വർദ്ധിച്ചെങ്കിലും ഉൽപാദനം വേണ്ടത്ര വർദ്ധിച്ചിട്ടില്ല. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഊർജ പ്രതിസന്ധി എന്ന് വിളിക്കുന്നത്. ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്താണ് എനർജി ക്രൈസിസ്? ഇനി വാട്ട് ആർ ദ 2 റീസൺസ് ഫോർ എനർജി ക്രൈസിസ്? സജസ്റ്റ് 2 മെത്തേഡ്സ് ടു മിനിമൈസ് ഇറ്റ് എന്നാണ് ചോദിച്ചത്. ഊർജ പ്രതിസന്ധിക്കുള്ള ഏതെങ്കിലും 2 കാരണങ്ങൾ അല്ലെ, ഈ എനർജി ക്രൈസിസ് അഥവാ ഊർജ പ്രതിസന്ധി ഉണ്ടാവുന്ന 2 കാരണങ്ങൾ എഴുതാം. അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ എന്താണ് ചെയ്യാൻ പറ്റുക എന്നും എഴുതാം. നോക്കൂ, എന്താണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ ഉപയോഗിക്കാം അല്ലെ? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ ഉപയോഗിക്കാം, അതായത് റിന്യൂവബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഉപയോഗിക്കാം. കാറ്റിൽ നിന്നുള്ള ഊർജം, സൗര ഊർജം, അതൊക്കെ നമ്മൾക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അല്ലെ? അപ്പൊ നോക്കൂ, യൂസ് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി അല്ലെ, റിന്യൂവബിൾ ആയിട്ടുള്ള സോഴ്സ് ഓഫ് എനർജി ഉപയോഗിക്കുക. യൂസ് എനർജി വിത്ത് കെയർ അല്ലെ, ആവശ്യത്തിനനുസരിച്ച് മാത്രം നല്ലപോലെ സൂക്ഷിച്ച് ഉപയോഗിക്കാം.
അല്ലെ? അപ്പൊ നോക്കൂ, ഊർജം യുക്തിസഹമായിട്ട് ഉപയോഗിക്കുക, ഓവറായിട്ട് വേസ്റ്റ് ചെയ്യാതിരിക്കുക അല്ലെ. ഇനി യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. നമുക്കറിയാം ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും സെൽഫായിട്ട് ഒരു കാറോ എന്തുണ്ടാവും, ബൈക്കുണ്ടാവും. അപ്പൊ നമ്മൾ എങ്ങോട്ട് പോകുമ്പോഴും സ്വന്തം കാറുകളും സ്വന്തം ബൈക്കുകളും എടുക്കും. അപ്പൊ എന്താ പ്രശ്നം? ഒരുപാട് ഫ്യൂവൽ വേസ്റ്റേജ് ഉണ്ടാവും. അപ്പൊ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുക. മാക്സിമം എന്ത് ചെയ്യാം, പൊതു വണ്ടികൾ അല്ലെ, നമ്മുടെ പൊതുയാത്രാ സൗകര്യങ്ങൾ കഴിയുന്നത്ര നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. യന്ത്രങ്ങൾ യഥാസമയം അറ്റകുറ്റപ്പണികൾ, ഇപ്പൊ എഞ്ചിനൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിറയെ പൊല്യൂഷൻ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാ, ടൈംലി മെയിൻ്റെനൻസ് ഓഫ് എഞ്ചിൻ അല്ലെ. എഞ്ചിനൊക്കെ പ്രശ്നമാണെങ്കിൽ ചിലപ്പോൾ കുറെ ഫ്യൂവൽസ് ഉപയോഗിക്കാൻ തുടങ്ങും അല്ലെ. നമ്മൾ മൈലേജ് തീരെ കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ടല്ലേ പലപ്പോഴും. കാരണം ഇത്രയും പെട്രോൾ ഉപയോഗിക്കുമ്പോൾ ഇത്ര കിലോമീറ്ററേ പോകാൻ പറ്റുന്നുള്ളൂ എന്ന് പറയാം. കാരണം എന്താ, ചിലപ്പോൾ വല്ല എഞ്ചിനും പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ നല്ലപോലെ ചെയ്യാം. മാക്സിമം എഫിഷ്യൻസി ഓഫ് എഞ്ചിനൊക്കെ മാക്സിമം എഫിഷ്യന്റ് ആണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്താം. അതുപോലെ തന്നെ LDR ഉപയോഗിക്കുക, ലൈറ്റ് ഡിപ്പെൻഡിങ് റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഡോണ്ട് വേസ്റ്റ് വാട്ടർ അല്ലെ, വെള്ളം വേസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം വെള്ളം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ അല്ലെ, നമുക്കറിയാം ഗ്രീൻ എനർജിയിൽ ഒരു വലിയ എനർജിയാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. വെള്ളത്തിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ. അപ്പം വെള്ളം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇതേപോലെ നമുക്ക് ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാവും. അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ കെയറിൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു 4 എണ്ണം എന്റെ മക്കൾ പഠിച്ചു വെക്കുക കേട്ടോ. ഒരു 4 എണ്ണോ 5 എണ്ണോ പഠിച്ചു വെക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദിക്കാനുള്ള സാധ്യത എന്താണ്? വളരെ കൂടുതലാണ് കേട്ടോ. ഓക്കെ, വാട്ട് ഈസ് ദ എനർജി ക്രൈസിസ്? റൈറ്റ് എനി 2 സജഷൻസ് ടു യൂസ് സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പം സെയിം, ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ സാധനം. എന്താണ് എനർജി ക്രൈസിസ് അല്ലെ? ആവശ്യം അധികമാകുന്നു, ആവശ്യത്തിനുള്ള ഊർജ്ജമില്ല അല്ലെ. എനർജി ഇല്ലാത്തതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എനർജി ക്രൈസിസ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മിസ് ഇപ്പൊ പറഞ്ഞുള്ളൂ. അപ്പൊ അതാണ് അവിടെ കേട്ടോ. ഇനി നോക്കൂ, എനർജി ക്രൈസിസ് ഇസ് ദ കോൺസിക്വൻസസ് ഓഫ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ബട്ട് ഡിക്രീസ് ഇൻ അവൈലബിലിറ്റി. റൈറ്റ് എനി 4 പോസിബിൾ സ്റ്റെപ്പ് ടു ബി ടേക്കൺ ടു റെഡ്യൂസ് എനർജി. സെയിം ക്വസ്റ്റ്യൻ അല്ലെ. എനർജി ക്രൈസിസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? മിസ് എല്ലാ പോയിന്റ്സും ഓൾറെഡി പറഞ്ഞു തന്നു. നോക്കൂ, ഡിഫറെന്റ് രീതിയിൽ ചോദിക്കും കേട്ടോ. അപ്പൊ നോക്കൂ, ഒരേ ആൻസർ ആണ് ഡിഫറെന്റ് രീതിയിൽ. എനർജി ക്രൈസിസ് എന്താന്ന് പറഞ്ഞു തന്നു. എനർജി ക്രൈസിസിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യാം? ഇനി എന്താണ് എനർജി ക്രൈസിസ് എന്ന് ചോദിച്ചു, അത് കുറയ്ക്കാൻ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു. കണ്ടോ, ഇപ്പൊ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മൾ എക്സാമിനർ സ്റ്റുഡൻസ് ആണ്. അപ്പൊ നമ്മൾ ഫുൾ മാർക്ക് വാങ്ങിച്ചിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല പോലെ തന്നെ ഓർത്ത് ഇരിക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കൂ, എന്താണ്? റൈറ്റ് എനി 1 റീസൺ ഫോർ ഗ്ലോബൽ വാർമിംഗ് അല്ലെ. എന്താണ് മക്കളെ ഗ്ലോബൽ വാർമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഒന്നുമില്ല, നമ്മുടെ അന്തരീക്ഷത്തിൽ ചില സമയത്ത് നമ്മുടെ ചൂട് ഭയങ്കരമായിട്ട് കൂടാറുണ്ട് അല്ലെ. ഇതിനെ തന്നെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നതെന്ന് അറിയോ? നമ്മുടെ എർത്തിലെ സണ്ണിൽ നിന്ന് ഒരുപാട് റേഡിയേഷൻസ് എവിടേക്ക് എത്തുന്നുണ്ട്? നമ്മുടെ എർത്തിലേക്ക് എത്തുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് അൾട്രാ വയലറ്റ് റേസ്. ഈ അൾട്രാ വയലറ്റ് റേസ് അത്ര നല്ല ആളല്ല കേട്ടോ. അപ്പൊ ഈ അൾട്രാ വയലറ്റ് റേസ് വളരെ കുറച്ച് മാത്രമേ നമ്മുടെ എർത്തിലേക്ക് എത്തുന്നു. കാരണം എന്താണെന്നറിയോ? അതിനെ കടത്തിവിടാതെ നമ്മളുടെ എർത്തിന് ചുറ്റും ഒരാൾ ഇരിക്കുന്നുണ്ട് അല്ലെ. അയാൾ ആരാ? ഓസോൺ ആണ്. അപ്പൊ ഈ ഓസോൺ ലെയർ ആണ് നമ്മുടെ അൾട്രാ വയലറ്റ് റേസിനെ പ്രിവെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ കുറെ എന്താണ് നമ്മുടെ ഡിഫോറസ്റ്റേഷനിലെ വനനശീകരണം, അതുപോലെ തന്നെ വെഹിക്കിൾസിലെ ഒരുപാട് കാർബൺ മോണോക്സൈഡ്, ഇതുപോലെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. CFC, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീത്തേൻ പോലുള്ള ഈ ഗ്യാസുകളൊക്കെ ഇവിടെ കൂടുതലാകുമ്പോൾ നമ്മുടെ ഓസോൺ പാളിനെ അത് എന്ത് ചെയ്യും? തകർക്കും. അപ്പൊ ഒരുപാട് അൾട്രാ വയലറ്റ് റേസ് ഇവിടെ വരും. അപ്പൊ നമുക്കിവിടെ ആഗോള താപനം ഉണ്ടാവുകയാണ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു റീസൺ ആണ് എഴുതാൻ പറഞ്ഞത്. സോ നമുക്ക് ഒരുപാട് റീസൺസ് പറഞ്ഞു കൊടുക്കാം അല്ലെ. ഏതൊക്കെയാണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലെ, നമ്മുടെ ഹരിതഗൃഹവാതങ്ങളാണ് ഒന്നാമത്തെ പ്രശ്നം. അടുത്തതാരാ? ഇൻക്രീസിങ് ദ യൂസ് ഓഫ് വെഹിക്കിൾസ് അല്ലെ. നമ്മൾ ഒരുപാട് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്താ പ്രശ്നം? ഒരുപാട് ഗ്യാസസ് പുറത്തോട്ടേക്ക് പുറന്തള്ളും. ഇത് പ്രശ്നമാണ്. ഡിഫോറസ്റ്റേഷൻ, വനനശീകരണം പ്രശ്നമാണ്. അതുപോലെ തന്നെ നമ്മുടെ വ്യവസായം അല്ലെ, ഇൻഡസ്ട്രീസ് ഒക്കെ കൂടുമ്പോൾ ഇൻഡസ്ട്രീസിൽ നിന്നും പുറത്തു വരുന്ന പുകകളൊക്കെ ഉണ്ട് അല്ലെ. ഇതെല്ലാം എന്തിനു കാരണമാക്കും? നമ്മുടെ ആഗോള താപനത്തിന് കാരണമാക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ആർ ദ നെയിംസ് ഓഫ് ഗ്യാസസ് ദാറ്റ് കോസ് ഗ്ലോബൽ വാർമിംഗ്? ഗ്ലോബൽ വാർമിംഗ് കോസ് ചെയ്യുന്നത് ആരൊക്കെയാണ്? നമുക്കറിയാം CFC, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ പോലെയുള്ള
എന്താണ് ഗ്യാസസ് ആണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്, CFC, മീഥൈൻ, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവരാണ്. ഇനി നോക്കൂ, ഗിവ് ദ സ്റ്റെപ്സ് ടു അഡോപ്റ്റഡ് ടു റെഡ്യൂസ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോളതാപനം കുറയ്ക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എന്താണോ അതിന് കാരണം അതെല്ലാം കുറയ്ക്കണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ഡിക്രീസ് ദ യൂസേജ് ഓഫ് വെഹിക്കിൾസിന്റെ ഉപയോഗം കുറയ്ക്കുക, അപ്പൊ ഗ്യാസ് കുറയും അല്ലെ. വനനശീകരണമായിരുന്നു അടുത്ത പ്രശ്നം, അപ്പൊ പ്ലാന്റ്സ് ഒക്കെ അങ്ങോട്ട് വെച്ചുപിടിപ്പിക്കുക അല്ലെ. എന്താ പ്ലാന്റ് ട്രീസ്, മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക. അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് എനർജി കൂടുതലായിട്ട് ഉപയോഗിക്കുക അല്ലെ. നമ്മുടെ പരിസര മലിനീകരണം കുറയ്ക്കുന്ന അല്ലെങ്കിൽ എൻവയോൺമെന്റൽ പൊല്യൂഷൻ കുറയ്ക്കുന്ന എന്ത് ചെയ്താൽ മതി? നമ്മളുടെ ഇതുപോലുള്ള ഫ്യൂവലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും ഗ്ലോബൽ വാർമിംഗ് കുറഞ്ഞ് നമുക്ക് കിട്ടും. ഇനി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, ഗിവ് 2 എക്സാമ്പിൾ ഓഫ് ഗ്രീൻ ഹൗസ് എഫക്ട്സ്. ഏതൊക്കെയാ? കാർബൺ മോണോക്സൈഡ്, മീഥെയിന് അല്ലെ, CFC, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ എഴുതാം. ഇനി നോക്കൂ, നെയിം ദ റേഡിയേഷൻ ദാറ്റ് കോസ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് കോസ് ചെയ്യുന്ന റേഡിയേഷൻ മിസ് പറഞ്ഞ പോലെ ആരായിരുന്നു? അൾട്രാ വയലറ്റ് റേസ് ആണ് കേട്ടോ. അൾട്രാ വയലറ്റ് റേസ് ആണ് നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് കോസ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ തന്നെ മാത്രമേ, ഇതിൽ നിന്നും അപ്പുറത്തോട്ടൊക്കെ ക്വസ്റ്റ്യൻസിന് എവിടേക്കും പോകാൻ സാധ്യതയില്ല. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യാ, അടിപൊളിയായിട്ട് തന്നെ ഈ ചാപ്റ്ററിലെ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന് ഏത് മുക്കിൽ നിന്നും ഏത് മൂലയിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു വീഡിയോ എന്റെ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്തൊന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ, ആൻഡ് എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഫിസിക്സ് എക്സാം ബാക്കിയുള്ള എക്സാംസ് ഒക്കെ ഈസി ആയതുപോലെ തന്നെ ഏറ്റവും ഈസി എക്സാം ആയിരിക്കും നമ്മളുടെ ഫിസിക്സ് എക്സാമും. അപ്പൊ മിസ്സിന്റെ പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അലക്സ് സാർ നിങ്ങൾക്ക് ലൈവ് ഒക്കെ എടുത്ത് പൊളിച്ച് പഠിപ്പിച്ച് തരുന്നതായിരിക്കും. ആൻഡ് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ താഴെ വന്ന് കമന്റ് ചെയ്യാം കേട്ടോ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.